മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. പണ്ട് കൈലാസത്തിൽ നല്ലച്ഛൻ പരമേശ്വരൻ ധ്യാനത്തിലിരിക്കുന്ന നേരത്ത് നല്ലമ്മ കളിയായി തൻ്റെ മുടിയിൽ നിന്നും ഒരു മുല്ലപ്പൂ എടുത്ത് അതുകൊണ്ട് നല്ലച്ഛനെ എറിഞ്ഞത്രേ. ഈ പൂ വന്ന് വീണത് നല്ലച്ഛന്റെ മർമ്മത്തിലാണ്, യാജ്ഞ ചക്രത്തിലാണ്. നല്ലച്ഛൻ മോഹാലസ്യപ്പെട്ട് വീണു. പിന്നെ ആര് തന്നെ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഭഗവാനെ അതിൽ നിന്ന് ഉണർത്താൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി എല്ലാ ദേവതകളും. അവസാനം അവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞുത്രേ, മണ്ണിൽ പുകൾപറ്റ ഒരു വിഭാഗമുണ്ട്. മണ്ണിലെ ഗന്ധർവന്മാർ എന്നാണ് അവരെ പറയുക. തിരുവരകന്മാർ എന്നാണ് നാം അവരെ വിശേഷിപ്പിക്കുന്നത്. അവരെ വരുത്തുക. അവരൊന്ന് തുയിലുണർത്തി പാടുകയാണെങ്കിൽ ആ പാട്ടിൽ ഉണരാത്തതായി ഒന്നുമില്ല, ഉയരാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് അവരെ ക്ഷണിച്ചു വരുത്തുക എന്ന് പറയേണ്ട. അങ്ങനെ ക്ഷണിച്ചു വരുത്തി അവരവരുടെ തുടിയൊന്നു കൊട്ടി പാട്ടുപാടി. ചെമ്പട്ടെടുത്തു ചെറുവില്ലും കയ്യിലേന്തി ആദിഭഗവാനെ തെളിയിച്ചാൽ പാപം തീരും, പശു തീരും, പാപക്കണ്ണി ഉറക്കം തീരും എന്ന് പറഞ്ഞിട്ട് അവരാ സ്തുതി അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. തിരുവരകനെ പുകഴ്ത്തിക്കൊണ്ട് ഭഗവാൻ കണ്ണൊന്നു ചിമ്മി, എന്നിട്ടിങ്ങനെ കണ്ണിങ്ങനെ പിടപ്പിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തുറന്നു. അങ്ങനെ സാക്ഷാൽ പരമേശ്വരൻ പോലും മോഹാലസ്യപ്പെട്ടപ്പോൾ ആ ഭഗവാനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി ആ മഹേശ്വരനെ പൂർണ്ണമായി ഉണർത്തിയെടുത്ത ആ പരാശക്തിക്ക് സന്തോഷത്തെ കൊടുത്ത, ദേവന്മാർക്കൊക്കെ സന്തോഷത്തെ കൊടുത്ത ആ വിഭാഗം, അവരെ നമ്മുടെ നാട്ടിൽ പാണർ അല്ലെങ്കിൽ ബാണർ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ അവരെ തിരുവരകർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിലെ ഗന്ധർവന്മാർ സംഘകാല കൃതികളിലെല്ലാം വളരെ ശ്രേഷ്ഠമായി പറയപ്പെട്ടൊരു വിഭാഗമാണ്. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ഒത്തിരി ശ്രേഷ്ഠന്മാരുണ്ടായിട്ടുണ്ട്, പുണ്യാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്, മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ നിന്നും ഒരു പുണ്യാത്മാവ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ശ്രീനാരായണീയ സന്യാസ പാരമ്പര്യത്തിലെത്തുകയും തുടർന്ന് ചേർത്തലയിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് ശ്രീനാരായണ തപോവനം എന്ന ആശ്രമം സ്ഥാപിച്ച് അതിൻ്റെ മഠാധിപതിയായി തന്നാലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത്, ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയും ചെയ്യാം. അങ്ങനെയുള്ള ആ മഹാത്മാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ചേർത്തല ശ്രീ നാരായണ തപോവനം ആശ്രമത്തിന്റെ മഠാധിപതി സ്വാമി പ്രണവ സ്വരൂപാനന്ദയെയാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തെ ഏവർക്കും വേണ്ടി നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാമിജി നമസ്തേ. അപ്പോ നമ്മള് ആദ്യമായിട്ട് സ്വാമിജിയോട് ചോദിക്കുന്നത്, നമ്മൾ അങ്ങ് എന്തായാലും ഒരു ശ്രീനാരായണീയനാണ്, ശ്രീനാരായണീയ ദർശനം പിൻപറ്റുന്ന ഒരു ശ്രീനാരായണ ഭക്തനാണ്, ഒപ്പം തന്നെ ആ ദർശനത്തിൽ സഞ്ചരിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു സന്യാസി വൈദ്യനാണ്. അപ്പോ അങ്ങയിൽ നിന്ന് ഈ ഒരു പരിപാടിയുടെ ആരംഭം എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ മാനവർക്കും വേണ്ടി നാരായണ ഗുരുദേവൻ എഴുതിയ ആ ഒരു കീർത്തനം തന്നെ, അതായത് ദൈവദശകത്തെ അങ്ങയുടെ വായിലൂടെ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഭക്തരെല്ലാവരും അല്ലെങ്കിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ദൈവദശകം അങ്ങയുടെ വായിലൂടെ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ പ്രാർത്ഥനയിലൂടെ ദൈവദശകത്തിലൂടെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അതുകൊണ്ട് അങ്ങയുടെ ഒരു അഭ്യർത്ഥനയാണ്, അങ്ങ് ദൈവദശകം പൂർണ്ണമായി ഒന്ന് ചൊല്ലി ഈ ഒരു പരിപാടിക്ക് ഈ ഒരു സമയം നല്ലൊരു മുഹൂർത്തമായി ആരംഭം കുറിക്കുക. നമസ്തേ. അപ്പൊ സ്വാമി അത് ചൊല്ലിക്കോളൂ.
ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വന്തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലെ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. അവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറല്ല ഓതും മൊഴിയുമൂർത്തിൽ നീ. അകവും തുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ. അങ്ങ് ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവാ, ദീന അവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. സ്വാമിജി, അപ്പോ ആദ്യത്തെ ഒരു ചോദ്യം നിലയ്ക്ക് സ്വാമിജിയോട് ചോദിക്കട്ടെ, സ്വാമിജി എങ്ങനെയാണ് ഈ ഒരു നാരായണീയ ദർശനത്തെ ആകൃഷ്ടനാകുന്നു, ആ ഒരു മേഖലയിലേക്ക് എത്തുന്നത് പറയാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. അങ്ങയുടെ പൂർവാശ്രമം മുഴുവൻ പറയണമെന്നില്ല, അതൊക്കെ അങ്ങയുടെ താല്പര്യമാണ്. നമ്മൾ ചോദിക്കുന്നത് അങ്ങേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നാരായണീയ ദർശനത്തെ ആകൃഷ്ടനായി അങ്ങ് ആ ഒരു മേഖലയിലേക്ക് എത്തുന്ന ഒരു കാര്യം. എന്റെ പൂർവാശ്രമത്തെ കുറിച്ച് എനിക്ക് പറയുന്നതിന് നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കാരണം എനിക്ക് ജന്മം നൽകിയ എന്റെ പിതാവും എന്റെ പിതാവിന്റെ പിതാവും ഒക്കെ അതിലൂടെയാണ് ജനിച്ചു വന്നത്. അവരുടെ വാസനയാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ അവരെ തള്ളി പറയേണ്ട കാര്യമില്ല. തീർച്ചയായും. അപ്പൊ ആ രീതിയിൽ തന്നെ അങ്ങ് പറയൂ, അങ്ങ് അങ്ങയുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങും സ്വാമിജി. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വാണൻ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. അച്ഛനും സഹോദരങ്ങളെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. കേരളത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന പി ഗോപാല സാറ്, കെ ബാലപ്പണിക്കർ, ഇതെല്ലാം അച്ഛന്റെ സഹോദരങ്ങളായിരുന്നു. അച്ഛനും അന്നത്തെ ഒരു നല്ല BSc മെറ്റലർജി പഠിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛനും. അങ്ങനെ ഈ സമുദായവുമായിട്ട് അങ്ങനെ കൂടുതൽ ബന്ധമില്ലാതെ പോയി. കാരണം അച്ഛൻ ചേർത്തലയ്ക്ക് പോരുന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടൊന്നും പോകാറില്ല. പിന്നെ എല്ലാം ശ്രീനാരായണീയരായിട്ടുള്ളവരുടെ ഇടയിലാണ് ജീവിച്ചു വളർന്നത്. അപ്പൊ അതുകൊണ്ട് ഗുരുദേവനുമായിട്ടൊരു ബന്ധം. പിന്നെ ഒരു പ്രായം ഏകദേശം ആയപ്പോഴേക്കും അന്ന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് കുക്കറി കോഴ്സ് കഴിഞ്ഞ് കുക്കായിട്ട് ജോലി ചെയ്യായിരുന്നു. ഈ ജോലിയായിട്ട് എനിക്ക് എൻ്റെ മാനസികമായിട്ടൊരു ബന്ധം വരുന്നില്ല. പിന്നെ ഞാനതൊന്ന് ഉപേക്ഷിച്ച് ഒരിക്കൽ അച്ഛനോട് പറഞ്ഞു ഞാനിങ്ങനെ സന്യസിക്കാനായിട്ട് ശിവഗിരിക്ക് പോവാം. പിന്നെ അച്ഛനന്ന് എനിക്കന്ന് 22 വയസ്സേ ഉള്ളൂ സത്യത്തിൽ. അപ്പോ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, കൊച്ചു പ്രായത്തിൽ സന്യസിക്കാൻ പോകും. അപ്പൊ ഒരു ദിവസം ഞാൻ ഒറ്റ വെടിയിലങ്ങ് വിട്ടുകളഞ്ഞു, ശിവഗിരിക്ക് പോയതാണ്.
അങ്ങനെ അവിടെ പോയി ചേർന്നു, ബ്രഹ്മവിദ്യാലയത്തിൽ ചേർന്നു. 1.5 വർഷത്തെ കോഴ്സിലേ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ കോഴ്സിൽ പോയി പങ്കെടുത്ത് താന്ത്രിക വിജ്ഞാനം നേടുകയും ഹരിയപ്പുറത്തെ മേൽശാന്തിയായിട്ട് കുറച്ച് നാളിരുന്നു. പിന്നെ ചാലക്കുടി ഗായത്രി ആശ്രമത്തിൽ സച്ചിദാനന്ദ സ്വാമിയുടെ കൂടെയായിരുന്നു കുറച്ച് നാൾ. അവിടുന്ന് ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ച് പ്രണവപ്രസാദ് എന്ന പേര് സ്വീകരിച്ച് അങ്ങനെ പ്രഭാഷകനായിട്ടും പൂജാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വാമിയുടെ കൂടെ പോകും. പിന്നെ ആശ്രമത്തിൽ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വാമി അസ്പർശാനന്ദ പറഞ്ഞത്, ഈ മഞ്ഞയിട്ട് ജീവിച്ചവരൊന്നും പിന്നീട് ഈ പ്രസ്ഥാനത്തിൽ കണ്ടിട്ടില്ല, അവരൊക്കെ വിവാഹം കഴിച്ചു പോയവരാ. അതുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ചിത്രാപൗർണമി ദിവസമാണ്, അതുകൊണ്ട് സന്യാസം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചേർത്തലയിൽ വെച്ച് എനിക്ക് അദ്ദേഹം സന്യാസം ദീക്ഷ തരുന്നത്, പ്രണവസ്വരൂപാനന്ദ എന്ന പേര് നൽകുന്നത്. പിന്നെ ഇങ്ങോട്ട് പ്രഭാഷണങ്ങളായിരുന്നു. സച്ചിദാനന്ദ സ്വാമിയുടെ വേദികൾ തരുമായിരുന്നു, പിന്നെ എൻ്റെ സ്വന്തം വേദികൾ, പിന്നെ സ്വാമി ശിവബോധാനന്ദയുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ സ്വാമി ധർമ്മചൈതന്യ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ അധികം വർഷം. പിന്നെ ഇപ്പം SNDP-യിൽ അങ്ങനെ സന്യാസിമാർക്ക് വേണ്ടി കുറവാണ്. അവരവരുടെ എന്താ പറയാ പ്രചാരകന്മാരങ്ങനെ. പിന്നെ ഞാൻ ഈ സമുദായമാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ പലരും ഇപ്പൊ എന്നെ അങ്ങനെ വിളിക്കാറില്ല. അതായത് ഒരു വാസ്തവം അങ്ങനെയാണ്. ശ്രീനാരായണീയരാണെ തന്നെ സ്വാമിജി ഗുരുനാഥൻ ആരാന്നാ പറഞ്ഞ? ദീക്ഷാഗുരു. സ്വാമിജിയുടെ ദീക്ഷാഗുരു ആരാന്നാ പറഞ്ഞേ? അസ്പർശാനന്ദ. അതേ സമാധിയായി. ഓക്കെ 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 ഓക്കെ. സ്വാമിജിയെ പ്രഭാഷണത്തിൽ പോയിരുന്നപ്പോ സ്വാമിജി തമാശയാണെങ്കിലും സ്വാമിജി പറയണ്ടായി ആളുകള് വിളിക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാണ്. കാരണം അങ്ങേക്ക് പറയാം, നമ്മൾ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾക്കെതിരാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. കാരണം എന്താ വെച്ചാല് അറിവുള്ളവനെ ആദരിക്കണം. അപ്പൊ സമാജത്തിൽ എല്ലാവരും ഒരുപോലെയുള്ള അഭിപ്രായം നമുക്കില്ല. എന്നിരുന്നാൽ പോലും നമ്മളെ പ്രത്യേകിച്ച് ഈ ഒരു സമൂഹത്തിൽ നിന്ന് ആളുകൾ ആചാര്യന്മാരുണ്ടായി വരുമ്പോൾ വലിയൊരു പ്രോത്സാഹനം ആവശ്യമാണ്. കാരണം എന്താ വെച്ചാല് കൂടുതൽ ആത്മീയ ആചാര്യന്മാർ ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരേണ്ടതുണ്ട്. അപ്പൊ അങ്ങേപ്പോലുള്ള ആളുകളെ അറിയാനും അവിടുന്ന് ശ്രവിക്കാനും, ഇപ്പൊ നാരായണീയ ദർശനം എന്ന് പറയുന്നത് തന്നെ ആർക്കെങ്കിലും ഒരു ജാതി ഉച്ചനീചത്വം തോന്നുന്നു എങ്കിൽ അത് ആ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ ഗുരുദേവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഈ സമൂഹത്തിൽ നാരായണ ഗുരുദേവനെ ആരെങ്കിലും ആദരിക്കുന്നു എങ്കിൽ അവർ ജാതി വിവേചനം, ജാതി വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ജാതി വിവേചനം കാണുന്നു എങ്കിൽ അത് അതിലേറെ വലിയ തെറ്റാണ്. അപ്പൊ സ്വാമിജി സ്വതവേ സ്വാമിജി പ്രഭാഷണത്തിലൊക്കെ പോകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ എന്താണ്? സ്വാമിജി സാധാരണ എന്ത് വിഷയം, ഏതാണ് അതിന് സബ്ജക്ട് തന്നിട്ടുള്ള സ്വാമിജിയുടെ താല്പര്യമുള്ള വിഷയം എന്താണോ സ്വാമിജി കൈകാര്യം ചെയ്യാറ്? ഞാന് കൂടുതലും ഊന്നൽ നൽകാറുള്ള വിഷയം എന്ന് വെച്ചാൽ ശ്രീനാരായണ ധർമ്മം കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തിലാണ് കൂടുതലും എനിക്ക് താല്പര്യമുള്ളത്. കാരണം ഗുരുദേവൻ എന്നത് ഒരു അവതാര പുരുഷനാണെന്നും ഈശ്വര പുരുഷനാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ പ്രഭാഷണത്തിന് ഇടയ്ക്ക് നമ്മൾ പറയും. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമായ മെസ്സേജുകൾ പാസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ധർമ്മഗ്രന്ഥം ശ്രീനാരായണ നൽകിയ ധർമ്മഗ്രന്ഥം ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥമാണ്. അപ്പൊ അതിനകത്ത് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ അവന്റെ മരണം വരേക്കുള്ള ആചരണ അനുഷ്ഠാനങ്ങൾ വളരെ ലഘുവായിട്ട് നല്ല രീതിയിൽ ഗുരുദേവൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതെങ്ങനെയാ? അത് ഇപ്പൊ ഇത്രയും കാലം സ്വാമിജി നല്ല രീതിയിൽ പ്രഭാഷണമൊക്കെ നടത്തിയിരുന്നു, ഇപ്പോ ആളുകൾ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോ അപ്പൊ ഇതിനു മുമ്പ് ആളുകൾക്ക് അറിയില്ലേ സ്വാമിജി? ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു തിരുവരകർ എന്ന് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായൊരു സമൂഹമാണ്. ഏതോ കാലത്ത് തിരിക്കപ്പെട്ടുകൊണ്ടാണ് ഈ പാണർ എന്നൊക്കെ പറഞ്ഞ വേറെന്തോ, നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാണ ഈ സിനിമയെ ബേസ് ചെയ്തിട്ട്. ഒരു ബ്രഹ്മയുഗം തൊട്ട് സിനിമ വന്നപ്പോൾ അതിലൊരു കഥാപാത്രം ഈ പാണനാണ് എന്ന് പറയുന്ന സമയത്ത് അതിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് പാണൻ ബാണൻ ബാണഭട്ടൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പാണൻ ബാണൻ ബാണഭട്ടൻ എന്നുള്ള ഈ സമൂഹത്തെ വിളിക്കുന്നതെന്ന് ഇവിടുത്തെ ഒരു ശിഷ്യൻ ചോദിച്ചപ്പോ അതിന്റെ മറുപടി പറഞ്ഞത് സമൂഹം മൊത്തം അറിയാൻ വേണ്ടി പാണൻ എന്ന് പറഞ്ഞാൽ ബാണനാണെന്നും ബാണൻ ബാണഭട്ടനാണെന്നും ഭട്ട പാരമ്പര്യം തന്ത്രപാരമ്പര്യമാണെന്നും അതുകൊണ്ട് തന്നെ ബാണൻ എന്ന് പറഞ്ഞാൽ അസ്ത്രവിദ്യയാണെന്നും അസ്ത്രവിദ്യ എന്ന് പറഞ്ഞാൽ കേവല അസ്ത്രമല്ല ശരപ്രയോഗമാണെന്ന് ശരവിദ്യ, അതായത് ശരനൂൽ ശാസ്ത്രം, യോഗ പദ്ധതി. ശരനൂൽ എന്ന് പറഞ്ഞാൽ തമിഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നമ്മൾ ബ്രഹ്മനാഡി, അതായത് ഏറ്റവും ഷാർപ്പായിരിക്കുന്ന ബ്രഹ്മനാഡി, ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തിനെ കുറിച്ച്
അറിഞ്ഞ് ആചരിച്ച് അതിനെ യോഗപഥത്തിൽ കൊണ്ടുപോയി ഒരു വലിയ വിഭാഗം. അതുകൊണ്ടാണ് അവർ തിരുവരകന്മാരാകുന്നത്. അതുകൊണ്ടാണ് ഗാനഗന്ധർവന്മാരാകുന്നവർ. അപ്പൊ ആ സമൂഹത്തിൽ പിറന്ന് അവര് താഴ്ന്നവരാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവര് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഒരാളുകൾക്ക് ഒരു പിടുത്തമുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ ആളുകൾ ഇത് ഇപ്പോൾ ഇത് അറിയാൻ, അല്ലെങ്കിൽ ആദ്യം തൊട്ട് അറിയില്ല, ഇപ്പോൾ ഇത് അറിയാറുണ്ട് അങ്ങിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനത്തിലാണോ ഇത് അറിയുന്നത്? ആളുകൾ ഇത് അറിയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും? അത് വേറൊരു കാര്യം വെച്ചാല് SNDP എന്ന സമുദായത്തിന് അങ്ങനെ ഒരു വകതിരിവുള്ള ആൾ അങ്ങനെ ഇല്ല. ഏതാ ജാതീയമായ ഒരു ചിന്തയോടുകൂടി ഒന്നും നമ്മൾ ഒരിക്കലും കാണുന്നില്ല. പക്ഷെ ശിവഗിരിയിലെ ചില സന്യാസിമാരാണ് അത് ഒരിക്കൽ അങ്ങനെ പറഞ്ഞ് പിന്നീട് ഞാൻ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്തൊക്കെ വിളിച്ചു പറയും അയാള് ശിവഗിരി മഠത്തിലെ സ്വാമിയല്ല എന്നൊക്കെ. കാരണം എനിക്ക് ശിവഗിരി മഠവുമായിട്ട് മെമ്പർഷിപ്പ് ഇല്ല. മഠങ്ങളിൽ നിന്നല്ലാതെ മഠത്തിന്റെ മെമ്പർഷിപ്പ് അവർ തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഞാനും പിന്നെ ആ മെമ്പർഷിപ്പിന്റെ പുറകെ അങ്ങനെ പോകാറൊന്നുമില്ല. കാരണം ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അത്യാവശ്യം ചില അറിവ് നമ്മുടെ ഉണ്ട്, ജനങ്ങൾ വിളിക്കാറുണ്ട്, അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. പിന്നെ ഈ ഒരു 6-7 വർഷമായിട്ട് പ്രഭാഷണം വളരെ കുറവാണ്. പിന്നെ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നു. വിശ്വഹിന്ദു പരിഷത്തൊന്നും അങ്ങനെ ബന്ധമില്ല. കാരണം അവിടെയും കുറെ അധികം ആളുകൾ, വലിയ വലിയ മഠങ്ങളിലെ ആളുകൾക്ക് മാത്രമാണ് അവിടെ പരിഗണന. നമ്മളെ പോലുള്ള പ്രചാരകന്മാർക്കൊന്നും വലിയ കാര്യമില്ല. എവിടെയാ സ്വാമിജി അത് പറഞ്ഞത് മനസ്സിലായില്ല? വിശ്വഹിന്ദു പരിഷത്തിന്റെ സന്യാസ സഭയുണ്ടല്ലോ, അതിലും അധികം നാള് അവിടെയും പിന്നീട് അങ്ങനെ പ്രോഗ്രാം ഒന്നും വിളിക്കാറില്ല. കാരണം നമ്മളുടെ അഭിപ്രായങ്ങളൊന്നും സ്വാതന്ത്ര്യമായിട്ട് പറയാൻ പാടില്ല. മാർഗദർശക മണ്ഡലിന്റെ കാര്യമാണോ പറയുന്നത്? അതെ അതെ, മാർഗദർശക മണ്ഡലിന്റെ കാര്യം തന്നെ പറഞ്ഞു. അവിടെയൊന്നും നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. പറയണമെങ്കിൽ വലിയ മഠാധിപതികളായിരിക്കണം, ഏതാ വലിയ കാശുള്ള മഠാധിപതികളായിരിക്കണം, എന്നാലേ അതിനൊരു ഇതുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ പറഞ്ഞാലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം പറയുന്ന മറുപടി വാക്കുകൾ അടുത്ത പ്രാവശ്യം അവർ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കും നമ്മുടെ ആശയങ്ങൾ. പിന്നീട് നമുക്ക് മടുത്തു. അതായത് ഇപ്പൊ നമ്മൾ തന്നെ പോയി പറയുകയാണെങ്കിൽ നമ്മുടെ ആശയം നേരിട്ടെടുക്കാതെ നമ്മൾ പറഞ്ഞത് വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കും. അല്ലാണ്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെയാണോ? നമ്മൾ പറയിപ്പിക്കല്ല, അവര് തന്നെ വേറെ അങ്ങനെയാണോ? അവര് വേറെ ആളെ. അല്ല, അപ്പൊ അങ്ങ് ഈ വിഷയങ്ങള് അപ്പൊ അങ്ങ് ഇത്തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റി നിർത്തലോ കേൾവിയില്ലാത്ത രീതിയോ ഉണ്ടെങ്കിൽ, അത് സന്യാസിമാരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അങ്ങേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുണ്ടോ ഇല്ലേ പറയാനൊന്നും നമുക്ക് ആർക്കും, ഇപ്പൊ അങ്ങേക്കാണെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അങ്ങനെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് അതന്നെ ശരിക്കും ഫോക്കസ് ചെയ്യാം വിഷയം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു മാറ്റി നിർത്തലോ പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ സ്വാമിജി. തർക്കമൊന്നുമില്ല. അത് വിശ്വഹിന്ദു പരിഷത്തായാലും കൊള്ളാം, SNDPയിലെ സന്യാസിമാരായാലും കൊള്ളാം, പലരും എനിക്കിട്ട് അങ്ങനെ ഒരു എന്താ പറയാ സ്നേഹോപകാരം തന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ്. ശരി സ്വാമിജി, അത് പറഞ്ഞത് കൊണ്ട് പറയാം. ഇത് സ്വാമിജി മാത്രമല്ല, ഈ ഒരു വിഷയം ഇപ്പൊ നമ്മൾ അങ്ങ് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സന്യാസി സംഗമത്തിന് പങ്കെടുത്തതിന് ശേഷം ഈ വിഷയം മറ്റു ചില സ്വാമിമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം എന്നുവെച്ചാൽ സന്യാസിമാരിൽ പോലും പുറത്ത് പ്രഭാഷണങ്ങളിൽ ജാതി പാടില്ല, അസ്പൃശ്യത പാടില്ല, ഉച്ചനീചത്വം പാടില്ല, ഘോരം പ്രസംഗിക്കുന്ന സന്യാസി വര്യന്മാരുടെ ഇടയിൽ ഈ അസ്പൃശ്യത വളരെ വേറെയുണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന സംപൂജ്യ സ്വാമി പ്രണവസ്വരൂപാനന്ദ സ്വാമിജി മാത്രമല്ല, മറ്റു പല സന്യാസിമാരും നമ്മോട് പറഞ്ഞു. ഈ വിഷയവും ഇതെങ്ങനെയാ പറഞ്ഞത്? സ്വാമിജി ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് ബാബാജി ഒരു കാര്യം ചെയ്യണം, അങ്ങൊരു കൂട്ടായ്മ വിളിച്ചിട്ട് ഈ ഒറ്റപ്പെട്ട സ്വാമിമാരെ വിളിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് പറയണം, അപ്പോഴാണ് മറ്റുള്ളവരിത് ശ്രദ്ധിക്കുള്ളൂ. അതായത് അങ്ങ് ഒരിക്കലും നമ്മോട് പറഞ്ഞിട്ടില്ല ഈ ഒരു വിഷയം ഇങ്ങനെ കൂട്ടായിക്കണം അങ്ങ് പറഞ്ഞിട്ടില്ല. പക്ഷെ മറിച്ച് അത് കുറച്ച് പറഞ്ഞതല്ല കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ അങ്ങ് ഇങ്ങനത്തെ ഒരു കുറ്റം പറയുന്ന രീതി അങ്ങടെ ഭാഗത്ത് വരെ ഉണ്ടായിട്ടില്ല. എപ്പോഴാണ് അങ്ങത് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ കുറച്ച് അല്ലാണ്ട് തന്നെ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഉച്ചനീചത്വം ശരിയല്ല, ജാതിവേദനം ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന മുഖ്യധാരാ സന്യാസിമാർ നേതൃത്വം കൊടുക്കുന്ന സന്യാസി സഭകളിൽ പോലും ഇതുണ്ട് എന്ന് പറയുമ്പോൾ പുരോഹിതന്മാർ ഇപ്പൊ ഈ ശാന്തിപ്പണി ചെയ്യുന്ന, ശാന്തി ആചാരങ്ങൾ അനുവർത്തിക്കുന്ന, ശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ജാതി ഉണ്ട് എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരാണെന്ന് വെക്കാം. എന്നാൽ പൗരോഹിത്യം പോലും ത്യജിച്ചു എന്ന് പറയുന്ന, സർവവും ത്യജിച്ച് സർവസംഘ പരിത്യാഗികളാണെന്ന് സ്വയം പറയുന്ന സന്യാസിമാരിത് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് അങ്ങേപ്പോലൊരു സന്യാസി വര്യനെ പക്ഷെ നാരായണീയ ദർശനം പിൻപറ്റുന്ന അങ്ങേപ്പോലൊരു
ഒരു സന്യാസി വരുന്നത് ഇത് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെ കേൾക്കുന്ന സമൂഹം പോലും തിരിച്ചറിയണം. ഇതൊരിക്കലും ഹിന്ദുവിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്യാസി പറയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സന്യാസിയായിട്ട് ഇരിക്കില്ല. അപ്പൊ അങ്ങനെ പറയുന്നുവെങ്കിൽ സമാജം തിരിച്ചറിയണം ഈ ഒരു വിഷയമുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം ആരോപണമല്ല, ഇത് ഹിന്ദു സമൂഹത്തിലുണ്ട്, അത് കാണാൻ പറ്റും. അപ്പോ അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയുന്നു, ശ്രീനാരായണീയ സന്യാസിമാർക്ക് എല്ലാവർക്കും ഇല്ല, സമൂഹത്തിനുമില്ല, ചില സന്യാസിമാർക്കുണ്ട്. പിന്നെ സന്യാസി സഭയിൽ ഒത്തിരി കാലം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ എന്നിട്ടും അതവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പരിഹരിക്കപ്പെടണം. അപ്പൊ സ്വാമിജി പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാറ്റി നിർത്തലോ ഈ ഒരു കാഴ്ചപ്പാടുണ്ട് അങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ടോ അവരോട് ആരെങ്കിലും? ഇപ്പൊ സ്വാമി ചിദാനന്ദപുരി അവർ അല്ലെങ്കിൽ സ്വരൂപാനന്ദ സരസ്വതി തിരുവടികൾ ആൾക്കാരൊക്കെ കൂടുതൽ ഉണ്ടല്ലോ, ഇവരോട് ഇപ്പൊ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇവരോട് ആരോടെങ്കിലും അങ്ങ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്നും ഒരിടത്തും തുറന്നു പറയാനൊന്നും പോകാറില്ല. കാരണം എന്റെ മനസ്സിലൊരു വലിയൊരു സങ്കല്പം, അതുകൊണ്ട് ഞാൻ ആരുടെയും മുന്നിൽ അങ്ങനെ താഴ്ന്നു കൊടുക്കാറില്ല. കാരണം ഞാൻ വിശ്വമഹാഗുരുവിന്റെ പരമ്പരയിൽ നിന്ന് സന്യസിച്ച ഒരു യുവസന്യാസിയാണ്. അപ്പൊ ഇവരുടെ ഒന്നും മുന്നിൽ എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നെ വിളിക്കണമെന്നും. എന്നെ അത്യാവശ്യം വിളിക്കുന്ന ഒരുപാട് മേഖലകളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നെ അവർ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നഷ്ടം, എനിക്കല്ല നഷ്ടം. അങ്ങ് ഒരു റിക്വസ്റ്റ് ചെയ്യലല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഒരു അനീതി കണ്ടാൽ നമ്മൾ സംസാരിക്കുന്നത് ഒരിക്കലും റിക്വസ്റ്റ് അല്ലല്ലോ. ഇപ്പൊ നമ്മളെ തന്നെ അങ്ങേക്ക് അറിഞ്ഞൂടെ, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ശരിയല്ല എന്ന് പറയില്ല. ഇത് പറഞ്ഞ പോലെ അങ്ങേക്ക് വേണ്ടിയിട്ടല്ല, അപ്പൊ പറയുന്നത് സ്വാമി പ്രണവ സ്വരൂപാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെങ്കിലും ശ്രീനാരായണ ഗുരു കടുത്ത ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, ഇപ്പോ സത്യത്തിൽ ഈഴവന്റെ ശിവനെ പ്രതിഷ്ഠിച്ചെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചെന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തുറന്നടിച്ചു പറയുകയും സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായ മാർഗം കാണിച്ചു കൊടുക്കുന്നത് ഗുരുവിന്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ആ ഒരു അങ്ങ് ഈ ഒരു അനീതി കാണുമ്പോൾ ഇവരോട് ഇത് ചെയ്ത് ശരിയല്ല, ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട്, അത് പരിഹരിക്കപ്പെടണം, എന്നെ നിങ്ങൾ ഉൾക്കൊള്ളണ്ട, പക്ഷെ മറിച്ച് ഈ വിഷയം പരിഹരിക്കപ്പെടണം എന്ന രീതിയിൽ അങ്ങയുടെ ഭാഗത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. അപ്പൊ അത് അങ്ങനെ അങ്ങ് പറയേണ്ടി വന്നില്ല. അതൊരിക്കലും ഒരു നമുക്ക് തോന്നുന്നില്ല ഒരിക്കലും അങ്ങ് റിക്വസ്റ്റ് ചെയ്യണമെന്നല്ല. റിക്വസ്റ്റ് ചെയ്യണം ഞങ്ങളെ കൂടി എന്നാണ്. അങ്ങനെ വേണ്ട, നമ്മളെ കൂടി ആരും നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഔദാര്യമല്ലല്ലോ വേണ്ടത്, നമുക്ക് അവകാശമല്ലേ വേണ്ടത്, നമുക്ക് അവകാശമാണ് വേണ്ടത്. അങ്ങയുടെ ശ്രദ്ധയിലേക്കായിട്ട് ഞാൻ ഒരു വിഷയം സൂചിപ്പിക്കാം. അതായത് ഞാൻ സന്യാസം സ്വീകരിച്ചത് ചേർത്തല വിശ്വകാജി മഠത്തിൽ നിന്നാണ്. അപ്പോ അസ്പർശാനന്ദ സ്വാമിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം പിന്നെ വർഷങ്ങളായി അങ്ങോട്ട് പോകാറില്ല. അപ്പൊ അതിന്റെ എല്ലാം കൂടി പകവെച്ച് വെച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരു പുസ്തകം ഇറക്കിയായിരുന്നു. അപ്പൊ ആ പുസ്തകത്തില് ഒരധ്യായം ഒരു വലിയ പേപ്പറിൽ ഒരു അധ്യായം എന്റെ പേരൊക്കെ വെച്ചിട്ട് അതിന്റെ മറുവശത്ത് എന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് എഴുതി വെച്ചു. അതായത് ചേർത്തലയിൽ കൂറ്റുവേലി എന്ന ദേശത്ത് മധു എന്ന ചെറുപ്പക്കാരൻ കുറെ അധികം നാൾ ആധ്യാത്മികമായി അലഞ്ഞു നടന്നിട്ട്, അതായത് ശിവഗിരി പഠിച്ചെന്നൊന്നും അല്ല, അലഞ്ഞു നടന്നിട്ടൊടുവിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ചെന്ന് സന്യാസം സ്വീകരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല ഞാൻ ശിവഗിരി പഠിച്ചതായിട്ടോ അല്ലെങ്കിൽ പറവൂർ ശ്രീധരയുടെ കീഴിൽ പഠിച്ചതായിട്ടോ അല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമിയുടെ കീഴിൽ പഠിച്ചതായിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ BSc കോഴ്സിന് പോയതൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ വടക്കേന്ത്യ അതൊന്നുമില്ല, വളരെ മോശമായിട്ട്. എന്നിട്ട് അവസാനം എന്റെ ജാതി എഴുതിയിരിക്കുക, സാധാരണ ഒരു പാണൻ സമുദായത്തിൽ പിറന്ന മധു എന്നാണ് എഴുതുന്നത്. അപ്പം സാധാരണ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പിന്നെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. സാധാരണ ഒരു പാണൻ സമുദായത്തിൽ പിറന്ന ഒരാളെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കേറെ ജാതീയമായ നികൃഷ്ടമായ ചിന്തയോടുകൂടി ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഗുരുവിന്റെ പേര് പറഞ്ഞ് ആഹാരം കഴിക്കുന്ന സ്വാമിമാരിൽ ഒരാളെനിക്ക് എഴുതി അങ്ങനെ പുസ്തകം ഇറക്കി. അതും എഴുതിയത് ആരെന്ന് വെച്ചാൽ ഗുരുധർമ്മ പ്രചരണ സഭയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒരു സതീശൻ അത്തിക്കാട് എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയത്. അത് അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ഇപ്പോഴത്തെ മഠാധിപതിയായ സച്ചിദാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട് അതിനകത്ത് തന്നെ, ആ പുസ്തകത്തിനെ. അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയിട്ട് പിന്നെ അവസാനം ശിവഗിരിയിലേക്ക് ഞാനൊരു എന്താ പറയാ ഒരു പരാതി കൊടുത്തില്ല. കാരണം അതിനകത്തിരിക്കുന്നവർ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോ പിന്നെ ഞാൻ ആർക്കാ പരാതി കൊടുക്കേണ്ടത്? അതുകൊണ്ട് ആ പുസ്തകത്തിൽ അങ്ങേ സാധാരണ ഒരു പാണൻ എന്ന് പറഞ്ഞ ഒരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ മറിച്ച്
മറ്റുള്ള രീതിയിൽ അങ്ങേ ഇകഴ്ത്തിയിട്ടുണ്ടോ എന്നാണ് നമുക്കിപ്പോ ആശങ്ക. പാണന പോലെ നമ്മളെ പറയണ ചെറുമന അല്ലെങ്കിൽ നമ്മളെ കൂടാനാ പറയണെന്ന് നമുക്ക് വിഷമം തോന്നുന്നില്ല. അപ്പൊ അത് പറഞ്ഞ പാണൻ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അങ്ങ് പാണൻ തന്നെയാണ്, സത്യത്തിൽ പാണഗുരുവാണ്. ഈ പറയുന്ന പോലെ എന്താ നമ്മളുടെ തമിഴ്നാട്ടിലെ ഒരു ഗുരുവര്യൻ ഉണ്ടായിരുന്നു, അതിന്റെ പേര് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ അത് പറഞ്ഞ പോലെ പറയ സമുദായത്തിൽ പുലയ സമുദായത്തിൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഓമൽ ഗുരു ഓമൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് പാണരുടെ ഇടയിൽ നിന്നുള്ള ഗുരു ആവട്ടെ, പാണർ മോശമാകുന്നില്ലല്ലോ. അപ്പൊ അതല്ലാണ്ട് ആ പുസ്തകത്തിൽ അങ്ങയെ മോശപ്പെടുത്തിയോ? ഈ ഒരു സാധാരണ ബ്രാഹ്മണ സമുദായത്തിൽ എന്ന് ആരെങ്കിലും എഴുതുമോ? തീർച്ചയായിട്ടും അങ്ങ് പറയൂ, അങ്ങയുടെ ആർഗ്യുമെന്റ് പറയൂ, നമുക്ക് അതാണ് കേൾക്കേണ്ടത്. അങ്ങേക്ക് എവിടെയാണ് ഇതിൽ വിഷമം വന്നിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. അല്ല, സത്യത്തിൽ സന്യസിക്കുന്നവൻ കുലം ഉപേക്ഷിക്കുകയാണ്. സന്യസിക്കുന്നവൻ കുലം ഉപേക്ഷിച്ചു. അവിടെ പിന്നെ ഈഴവ, അങ്ങനെയാണെങ്കിൽ ഈ സ്വാമിമാർ ഞങ്ങൾ ഈഴവ സ്വാമിമാരാണെന്ന് പറയണം. ഈ സച്ചിദാനന്ദ സ്വാമിയോ എന്ന് പറയുന്ന ഈ സ്വാമിമാരൊക്കെ ഇവർ എന്താ പറയാ, ഞങ്ങൾ ഈഴവ സ്വാമിമാരാണ്, അല്ലെങ്കിൽ ഗുരുദേവനെ പോലും അങ്ങനെ ഇവർ പറയേണ്ടി വരും. നമ്മൾ അങ്ങനെ ഗുരുദേവനെ പറയില്ല. ഗുരുദേവൻ നാം ജാതി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. ജാതി പരിപാടിക്ക് എന്നെ കിട്ടില്ല പറഞ്ഞതാണ്. അപ്പൊ ഗുരുദേവന്റെ പരമ്പരയാണെങ്കിൽ ജാതി പറയുന്നു എങ്കിൽ ഇവര് സത്യത്തിൽ അർഹരല്ല. ഇവരെന്താന്നുള്ളത് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മറിച്ച് അവർ അങ്ങനെയാണെങ്കിൽ അവരെ പുസ്തകത്തിൽ ഈഴവ സമുദായത്തിന് അങ്ങനെ ഇല്ല. കാരണം ഈഴവ സമുദായത്തിലുള്ള സന്യാസിമാർ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇവര് രണ്ടുപേരും ഈഴവ സമുദായത്തിലല്ല പൂർണ്ണമായും ജനിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? സച്ചിദാനന്ദ സ്വാമി ആയാലും കൊള്ളാം, അസ്പർശാനന്ദ സ്വാമി ആയാലും കൊള്ളാം, അവരുടെ പരമ്പരകൾ നോക്കിയാൽ അച്ഛനും അമ്മയൊക്കെ ആചാര്യ സമുദായത്തിലും പകുതി ഈഴവ സമുദായത്തിലുമാണ്. അല്ലാതെ പ്യൂറായിട്ടുള്ള ശരിയായ ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരു സന്യാസി എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് അവരൊക്കെ വളരെ ഖേദം പ്രകടിപ്പിച്ചു. കാരണം ഇവർക്കെതിരെ അതിനകത്ത് നിന്നും ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് അവരാരും മിണ്ടിയില്ല. ഇനി ഞാൻ പരാതി കൊടുത്തിട്ടും കാര്യമില്ല. പിന്നെ ശിവഗിരി മഠത്തിന്റെ വാതിക്കെ പോയി കുത്തി ധാരണ നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു. പക്ഷെ ആ കേസിനെയും അവർ വിലക്ക് നിർത്തിയിരിക്കുക. 4 പ്രാവശ്യം വിളിച്ചിട്ടും കോടതിയിൽ എനിക്ക് ചെല്ലേണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം കാശ് എറിഞ്ഞ് അതങ്ങനെ നീക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തായാലും അസ്പർശാനന്ദ സ്വാമി അങ്ങ് ശരീരം വെടിഞ്ഞു. കാരണം ധർമ്മം എന്നൊരു സത്യമുണ്ട് ഇവിടെ. ധർമ്മൈവ പരം ദൈവം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ആ ധർമ്മത്തിനെ മുൻനിർത്തിയാണ്, ഗുരുദേവന്റെ വാക്കുകളെ മുൻനിർത്തിയാണ് നമ്മളുടെ ജീവിതം നയിക്കുന്നത്. എന്റെ നന്നേ ചെറുപ്രായത്തിൽ ശ്രീനാരായണ ഗുരുദേവന് സമർപ്പിച്ചൊരു ജീവിതം. അപ്പൊ എന്നെ അധിക്ഷേപിച്ചപ്പം ഗുരു അതിന് തക്കതായ ശിക്ഷ കൊടുത്തു. ഇനി അയാള് മഠത്തിലിരുന്ന് കഴിഞ്ഞാൽ ഇനിയും വിവരക്കേട് എഴുതി പിടിപ്പിക്കുന്ന. അതുകൊണ്ട് അയാള് 4 മാസം നിന്നുള്ളൂ. ഒരു ദിവസം രാത്രിക്ക് സത്യം പറയാം ബാബാജി, എനിക്ക് വളരെയേറെ വിഷമമുണ്ട്. കേസ് കൊടുത്തിട്ടും കേസ് വിളിക്കുന്നില്ല. അപ്പൊ അന്ന് ഞാനിങ്ങനെ വൈകുന്നേരം വീട്ടിൽ വിഷ്ണുമായയുടെ വിഗ്രഹമുണ്ട്. അത് നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ഉപാസന സമ്പ്രദായമാണ്. അപ്പൊ ഞാനീ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നെ പറ്റിയൊക്കെ ഇത്രയും മോശമായിട്ട് എഴുതി, എനിക്ക് വളരെ വിഷമമുണ്ട് കേട്ടോ. അന്ന് രാത്രി അതേത് വലിയ കൊടിയവനായാലും കൊള്ളാൻ, ഈ ജാതി ഇല്ലെന്നൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഞങ്ങളുടേതായ ഒരു പാരമ്പര്യ സംസ്കാരമുണ്ട് ഞങ്ങൾ. ആ വാക്കിന്റെ ശുദ്ധിയും ശക്തിയും ഒരിക്കലും ഞങ്ങളിൽ നിന്ന് അന്യമാണ്. ഉറപ്പിച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം ഉദയം കാണണം നിർബന്ധമില്ല. അതൊക്കെ സ്വാമിജി അങ്ങിപ്പോ പറഞ്ഞോളൂ. അല്ല, അതെന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ പോലും ഒരു സന്യാസി അങ്ങനെ പറഞ്ഞ എല്ലാം ജയിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെയൊക്കെ ത്യാഗത്തിന്റെ ഫലമായി നെഞ്ചുരുകുമ്പോ ഈ സുഖലോലുപന്മാരായിട്ട് AC മുറിയിലും അല്ലെങ്കിൽ അടിപൊളി കാറിലും ഒക്കെ പോകുന്ന സന്യാസി വൈദ്യന്മാർക്ക് ഈ ത്യാഗമൊക്കെ എത്രത്തോളം നമ്മൾ സ്വതയോടെ പറയാണ്ട്. ഇവിടെ ഏത് സന്യാസിയാ ത്യാഗം ചെയ്യുന്നേ? പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് മാത്രം അധികം ആൾക്കാർക്കുള്ളൂ. അവരുടെ കയ്യിലുള്ള ഫോൺ നമ്മളെ കയ്യിലുണ്ടാവില്ല, അവരുടെ ബാങ്ക് ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ പെണ്ണ് കെട്ടാത്തൊരു കുറവ്, നേരിട്ട് കല്യാണം കഴിക്കാത്ത കുറെ പലർക്കുണ്ട്. എന്താ അങ്ങ് പറഞ്ഞ മനസ്സിലായില്ല? നമ്മൾ സംസാരിച്ചത് കേട്ടില്ല. അവര് ഈ ആധ്യാത്മികമായ ത്യാഗം ചെയ്തു എന്നാണ് പറഞ്ഞത്, അല്ല ഭൗതിക ത്യാഗം ചെയ്തെന്നല്ല പറഞ്ഞത്. ഒക്കെ തിരിച്ചു. അപ്പൊ സ്വാമിജി ഇങ്ങനെ അങ്ങ് ഇങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിടത്തോളം നമ്മുടെ അനുഭവത്തിലുള്ളത് പറഞ്ഞത്, ഒരിക്കലും ഒരു സമുദായമാവട്ടെ, ഒരു മതം, ഏത് സംവിധാനം ആവട്ടെ, അതിലുള്ള ആളുകൾ മറ്റൊരാളെ ആക്ഷേപിക്കില്ല. എന്നാൽ ആക്ഷേപിക്കുക തീവ്രമായ ആ കാഴ്ചപ്പാടിൽ കാണും. എന്നാൽ ചേക്കേറിയവരുണ്ടല്ലോ. ഇപ്പൊ ഹിന്ദു മതത്തിലേക്ക് ഈ കൺവേർട്ട് ചെയ്തപ്പെട്ട ആൾക്കാരാവും ഏറ്റവും കൂടുതൽ മറ്റു മതങ്ങളെ കുറ്റം പറയുക. അതങ്ങനെയാ.
ഇത് പറഞ്ഞ പോലെ ജാതിപരമായാലും അങ്ങനെ തന്നെയാ. ഇതിലേക്ക് കയറി വന്നവരാരാണോ അവരാണ് ഇതിന്റെ അപ്പോസ്തലന്മാരാവുക. അപ്പൊ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ജാതിയിൽ പോലും ഇതുണ്ട്. കാരണം ശുദ്ധനായിരിക്കുന്ന ഒരു ഈഴവനോ അതിൽ നിന്ന് വന്ന സന്യാസിയോ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതല്ലാത്ത ആളുകളാണ് ഈ ചിന്ത വെച്ച് പുലർത്തുന്നത്. അല്ലാണ്ട് ഒരു ഈഴവർക്കും ഈ ചിന്ത ഇല്ല. നമുക്കും അറിയാം, നമുക്ക് ഒത്തിരി ആളുകളെ അറിയുന്നതല്ലേ, നമുക്കും അറിയാം. പക്ഷെ എങ്ങനെയുള്ള ചുറ്റുപാട് ഉണ്ടാവുമ്പോൾ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആ കാര്യം ശിവഗിരി മഠത്തിലെ എല്ലാ സന്യാസിമാരും അറിയാതെ അതിനെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദയും സച്ചിദാനന്ദ സ്വാമിയും ശാരദാനന്ദയും ഒക്കെ ചേർന്നത് ഒതുക്കി അതിനകത്ത് മറ്റു സന്യാസിമാരെ അറിയാതിരിക്കാൻ വേണ്ടി. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കുമല്ലോ. അപ്പൊ ഞാൻ പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം ചോദിച്ചത് നിങ്ങളാരും അറിഞ്ഞില്ല. ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സ്വാമി. അതാണ് അത്. അങ്ങ് സ്വാമിജി അങ്ങ് ഇപ്പോ ഓൾറെഡി പ്രഭാഷണങ്ങൾ കുറവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് ചേർത്തലയിലെ അങ്ങയുടെ ആശ്രമത്തിൽ എന്തൊക്കെയാണ് ആശ്രമത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ? അങ്ങേക്ക് നമ്മൾ ആരെ സന്യാസിയാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കണമല്ലോ. അപ്പൊ എന്താണ് അങ്ങയുടെ ഇപ്പോഴുള്ള ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ? എങ്ങനെയൊക്കെയാണ്? ഭക്ഷണ വിധാനം മാത്രമല്ല, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ? എന്തെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടോ ആശ്രമത്തിൽ? ഇപ്പൊ അത് പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ടേ ഇപ്പൊ ഞാൻ അത് പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തൃശ്ശൂരില് എന്റെ ഒരു ഗുരുനാഥനായ ആദിത്യ സുരവാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അത് തേച്ച് അതില് താമസ സൗകര്യമായിട്ടില്ല. ഇപ്പൊ ഇവിടെയാണ് താമസം. എങ്കിലും അവിടെ നേരത്തെ ഞാൻ ശിവഗിരി മഠമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം മഠത്തിൽ നിന്ന് പോരുന്നതിന് ശേഷം വീട്ടിൽ തന്നെ താമസിച്ച് ചെറിയ ഒരു കൂടാരമൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ താമസിച്ച്. പക്ഷെ പലരും പൂജകൾക്കായിട്ട് വരുമായിരുന്നു. വിഷ്ണുവായെ കൊണ്ട് പൂജ ചെയ്യിക്കുമായിരുന്നു. സ്ഥല വിൽപ്പനയൊക്കെ ചെയ്യിക്കാനാണെങ്കിലും കൊള്ളാം. പിന്നെ യന്ത്രം എഴുതി കിട്ടാനോ അങ്ങനെ പല കാര്യങ്ങൾക്ക് ആരെങ്കിലും വരും. പിന്നെ പ്രഭാഷണത്തിന് വല്ലപ്പോഴും പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആരുടെയും മുന്നിൽ പോയി കൈനീട്ടിട്ട് അല്ല സ്വാമിജി, ഒരു സംശയമാണ്, ഒരിക്കലും തെറ്റായി ധരിക്കരുത്. സന്യാസം സ്വീകരിക്കുമ്പോൾ ശരിക്കും ഉപവീതവും ശിഖയും ഉപേക്ഷിക്കുക എന്നൊരു സംവിധാനം ഈ ബ്രാഹ്മണീകൃത സന്യാസത്തിൽ ഉണ്ടല്ലോ. അപ്പൊ നാരായണ ഗുരുവിന്റെ സന്യാസത്തിലോ അല്ലെങ്കിൽ ആ ജീവിതശൈലിയിൽ ഉപവീതമില്ല. അപ്പൊ ഈ സന്യാസവും ഉപവീതവും എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുക? എങ്ങനെയാ അത് അങ്ങയുടെ അനുഭവം പറഞ്ഞാൽ മതി കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതൊരു കാര്യവും കൊണ്ടുവരാൻ എളുപ്പമാണ്. പക്ഷെ അതിനെ ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ബുദ്ധിമുട്ട്. മനസ്സിലായില്ലേ? സന്യസിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ സന്യാസം എന്റെ ഓർമ്മയിൽ പലരും എടുത്തിയാടി സന്യസിച്ചിട്ട് പിന്നെ ഊരിക്കളഞ്ഞിട്ട് പോയവരുണ്ട്. പക്ഷെ ഇത്രയും വർഷമായി, ഞാൻ 19ാമത്തെ വർഷമാണ് ഞാൻ സന്യസിച്ചത്. പക്ഷെ ഞാൻ ഇത്രയും നാളായിട്ട് ഇത് ഊരിക്കളയാതെ ഞാൻ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യം വേറൊന്നുമില്ല. എന്റെ സാമ്പത്തിക ശേഷി ഡള്ളാണെ തന്നെയും അത്യാവശ്യം പിടിച്ചു നിന്ന് പോകാൻ രീതിയിലുള്ള പ്രഭാഷണങ്ങളും പൂജകളും വൈദിക കർമ്മങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് മനസ്സിലായി ഈ പരമ്പരയിൽ അങ്ങനെ തുടർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മാന്യമായിട്ട് ഗുരുവായിട്ട് നമുക്ക് തന്ത്രശാസ്ത്രം പഠിക്കാനൊരു അവസരം തന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉപനയനം ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഉപനയനം ഇന്നും ശിഖയില്ലെങ്കിലും ഉപനയനം കളഞ്ഞിട്ടില്ല. കാരണം എന്നെ വൈദിക കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, താന്ത്രിക കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണല്ലോ. ഹിന്ദു സമൂഹം ഒരു സന്യാസി ആഹാരം കഴിച്ചോ അല്ലെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്നവരല്ല. ചോദിച്ചാൽ പോലും ആക്ഷേപിക്കുന്നവരാവും. തരത്തില്ല. അവർക്ക് വലിയ വലിയ മഠങ്ങൾ കൂടും. വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള സ്വാമിമാർക്ക് കൊണ്ട് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കും. പക്ഷെ ഞങ്ങളെ പോലുള്ള സാധാരണ പ്രചാരകന്മാരായി ജീവിക്കുന്നവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നും ഒരാളും ചോദിക്കുന്നില്ല. എന്റെ അനുഭവമാണ് പറയുന്നത്. ബാബാജിക്ക് അറിയാലോ, ബാബാജിയുടെ ജീവിതം. തീർച്ചയായും നമ്മളെന്ന് വെച്ചാലേ നമ്മളത് അങ്ങയുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല. കേസിന്റെ ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം വെച്ചാല് നമ്മള് ചിരിച്ചു കാണിക്കുന്നെങ്കിൽ തന്നെയും എന്റെ ഉള്ളിൽ കുറച്ച് വിഷമങ്ങളുണ്ട്. കാരണം വലിയൊരു ബൃഹത്തായ ഒരു സംസ്കാരത്തിനകത്ത് നിന്നിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. പിന്നെ ആദിത്യ സുരവാനന്ദ സ്വാമിയുടെ ആ ഹൃദയവിശാലത കൊണ്ടാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വന്നാൽ ഇവിടെ താമസിക്കാനും അദ്ദേഹം സഹായിക്കുന്നതൊക്കെ. അതുപോലും ശ്രീനാരായണീയരായിട്ടുള്ളവർ ചെയ്യാറില്ല, അന്വേഷിക്കാറില്ല. നമ്മളെ
ഒരു സംഭാഷണം നമ്മൾ സംസാരിക്കുന്നത് സമൂഹം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇതിലെ പോരായ്മകൾ, കുറ്റപ്പെടുത്തലുകളല്ല, ഇത്തരത്തിൽ എന്താണ് സന്യാസം എന്നുള്ളത് അവർ മനസ്സിലായിക്കൊണ്ട് അവിടെ സർവസംഘ പരിത്യാഗം ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അത് എന്താണ് ഒരു സാമാജികൻ ചെയ്യേണ്ടത്. അല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഹിന്ദു എന്ന് പറയലോ, അല്ലെങ്കിൽ നാളെ നേരം ഈ പറഞ്ഞ പോലെ 1 to 1, 2, 3 രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശരി നമുക്ക് കുറച്ച് ജിഹാദികളെ എന്തെങ്കിലും പറയാം, ഇതാണ് ഹിന്ദുയിസം എന്ന് കരുതുന്നുവെങ്കിൽ അത്തരം ആളുകൾ അത് തിരുത്തേണ്ടതുണ്ട്. കാരണം അത് നമുക്ക് ചെറുക്കുക തന്നെ വേണം. നമ്മളെ നശിപ്പിക്കുന്ന ഏത് തീവ്രവാദ പ്രവർത്തനമായാലും രാഷ്ട്രത്തിനെയോ നമ്മുടെ ധർമ്മത്തെയോ നശിപ്പിക്കുന്ന ആരായാലും ശരി അവർക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യണം. എന്നാൽ അതിനപ്പുറം ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്ന സന്യാസി പാരമ്പര്യത്തെ അവരെ നമ്മളാണ് നിലനിർത്തേണ്ടത്. സത്യത്തിൽ ഇപ്പോ സംപൂജ്യ പ്രണവ സ്വരൂപാനന്ദജി ഒരു പൂജ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് സന്യാസിക്ക് എന്തൊരു പൂജ ചെയ്യണം ചോദിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഭക്ഷണം ഒരു ജീവൻ നിലനിർത്താൻ പ്രധാനമായും പരിഗണിക്കേണ്ടത് അന്നമാണ്. ആ അന്നം കൊടുക്കാൻ സമാജത്തിന് കഴിയില്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ ബ്രഹ്മവാദിയായി ഈച്ചയേറുമ്പോഴും കർണബദ്ധന്മാർ എന്ന പൂന്താനമാണ് പോലെ എത്ര ബ്രഹ്മവാദം പറഞ്ഞാലും വയറ്റിപ്പഴപ്പിന്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. വിശപ്പ് അല്ലെങ്കിൽ ശരീരം വിശപ്പില്ലെങ്കിൽ ശരീരം നടത്താനുള്ള ആവശ്യം, വെള്ളം, അതുപോലെ തന്നെ ശ്വാസം ഒക്കെ വേണം. ഇവിടെ മറ്റു സന്യാസിമാർ ജോലി ചെയ്യാത്ത, ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട സന്യാസിമാർ ജോലിക്കും പോകാത്ത എന്താ, ഇവിടെ ഹിന്ദുക്കൾ അവിടെ നിരന്തരം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുക്കളും കൊടുക്കുന്നുണ്ട്, കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ കൊടുത്തോണ്ടിരിക്കുക, അവർക്ക് സ്ഥലം എഴുതി കൊടുക്കുക, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത സന്യസിക്കുന്ന സന്യാസിമാരെ ഇവരൊക്കെ എന്നാ സന്യസിക്കണേന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആരുണ്ട് ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ? നമ്മൾ ആരെങ്കിലും കുട്ടികളും കുടുംബമായിട്ടിരിക്കുന്ന, അപ്പൊ നമ്മളെയൊന്നും നോക്കണ്ട. അല്ലാണ്ട് ഏതെങ്കിലും ആളുകൾ കുട്ടിയും കുടുംബമായിട്ടിരിക്കുമ്പോ ആരുണ്ട് ഈ പറഞ്ഞ അവനാന്റെ കുടുംബത്തിന് വിട്ടിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നോക്കാൻ പോവാ? ഒരു ദിവസത്തും ഒരു സത്യം കൊതുകുകടി കൊണ്ട് ഉറങ്ങാൻ ഈ സാധാരണ ആളുകൾക്ക് പറ്റുന്നുണ്ടോ? അപ്പൊ അവിടെയാണ് സ്വാമിജി ഒരു ഇവിടുത്തെ ശിഷ്യൻ, സത്യം പറഞ്ഞാൽ തെക്ക് കോട്ടയം ഭാഗത്താണ് തോന്നുന്നു. അപ്പൊ അദ്ദേഹം ഒരു ദിവസം അവിടെ വന്ന സമയം പറഞ്ഞു, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തൊരു മുസ്ലിയാരി വന്നു, ഒരു മൊല്ലാക്ക. അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോ ഇയാൾ മുല്ലാക്കയെ കണ്ടാ അറിയാലോ, നമ്മുടെ ആൾക്കാർ കൂടിയല്ല ഉണ്ടാവുള്ളൂ സാധാരണ. അപ്പൊ എന്താക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ അമ്പലത്തിലെ പൂജാരിയാണ്. ആ പൂജാരിയാണല്ലേ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കാര്യങ്ങളൊക്കെ ശമ്പളമൊക്കെയാണ്? അപ്പൊ വലിയ ഇയാള് പറഞ്ഞത്രേ, ഒരു സത്യം പറഞ്ഞാൽ നമ്പൂതിരി പൂജാരി അല്ല. നമ്പൂതിരി പൂജാരി ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നതിന് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇയാൾ എടുത്ത വഴിക്ക് പറഞ്ഞത്രേ, എനിക്ക് മാസം 15,000 റുപ്യ ശമ്പളം ഉണ്ട്, നമ്മുടെ ശാന്തിക്കാരൻ. അപ്പൊ എടുത്ത് വെച്ച് നിങ്ങളിപ്പോ എന്താ? ഞാൻ ഇങ്ങനെ പള്ളിക്കലെ മുക്രിയാണ്, നിങ്ങൾക്കോ? എനിക്ക് മാസം 60,000 റുപ്യ ഉണ്ട്. ഒല്ലാക്കയ്ക്ക് 60,000 റുപ്യാണ് കാക്ക കൊടുക്കുന്നത്. ഇവിടെ കാക്കാന്റെ നെഞ്ചത്ത് കയറുന്ന ഹിന്ദുക്കളെ ചിന്തിക്കണം. വല്ലാക്ക് 60,000 കൊടുക്കുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ വെറുതെയാ. ലോകത്തെ കോടീശ്വരന്മാരിൽ കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ കോടീശ്വരന്മാരുണ്ടെങ്കിൽ അതിൽ ഹിന്ദുക്കളാ കൂടുതൽ. നാട്ടില് പൈസ ഇല്ലേ ഹിന്ദുക്കൾക്ക്? അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂർ കൊണ്ടിട്ട് സ്വർണം കൊടുക്കണു, ജീപ്പ് കൊടുക്കണു, കിരീടം കൊടുക്കണു, മറ്റാശ്രമങ്ങളിൽ കൊടുക്കുന്നു. ഇവിടെ പല വലിയ ആശ്രമങ്ങളിൽ റൂമിന് വേണ്ടിയിട്ട്, ചാവാൻ നേരത്ത് പോയി കിടക്കാൻ റൂമിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊണ്ടായി കൊടുത്ത ആളുകൾ നമുക്കറിയാം. ഒന്ന് പോയിട്ട് ഇടയ്ക്കൊന്നിരിക്കാൻ അവിടുത്തെ ലക്ഷങ്ങൾ. അവിടെയാണ് സ്വാമിജി ആലോചിക്കുന്നത് 60,000 കിട്ടുന്ന വല്ലാക്കടെ വേണ്ടി പോയിട്ട് 15,000 എന്ന് പറയുമ്പോൾ ഹിന്ദു വിചാരം ചെയ്യട്ടെ. നമ്മൾ ഹിന്ദുവിനെ കുറ്റപ്പെടുത്തല്ല, ഹിന്ദു വിചാരം ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്യാസധർമ്മം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇവനൊക്കെ സന്യാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സന്യാസി അതിലേക്ക് നയിച്ചത് എന്തേ എന്നാണ് ഹിന്ദു സ്വയം മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കുന്നത്. നമുക്കോ സന്യസിക്കാൻ പറ്റില്ല, നമ്മുടെ സഹോദരനോ നമ്മുടെ മകനോ മകളോ ആണ് സന്യാസി, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ ആണ് സന്യസിക്കുന്നത് എന്ന ധാരണയിൽ സമാജ സേവ ചെയ്യാൻ ഇവിടെ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ദേവന് കൊടുക്കാതെ തിന്നുന്നവൻ കള്ളനാണ് എന്ന് പറഞ്ഞ പോലെ ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ, അവരെ പരിരക്ഷിക്കാത്ത ഹിന്ദുക്കൾ കള്ളന്മാരാണോ? നമ്മളാണോ എന്നാ ചോദിക്കുന്നത്. ആണോ എന്ന് സ്വയം വിചാരം ചെയ്യും. അപ്പൊ അവിടെ അങ്ങേ ഒന്ന് ഹെൽപ്പ് ചെയ്യല്ല, അങ്ങേക്ക് തരുന്ന ഔദാര്യം നമ്മൾ ആരോടും ആവശ്യപ്പെടുന്നില്ല. ഇത് ധർമ്മമാണെങ്കിൽ സ്വാമിജി ഇപ്പൊ തൃശ്ശൂരുണ്ടെന്നാ പറഞ്ഞത്. തൃശ്ശൂരിലുള്ള കുറച്ചാളുകളിൽ ഇത് കാണുന്നതാണ് നമ്മൾ വരുന്നത്. തൃശ്ശൂരൊക്കെ ഒത്തിരി ഹൈന്ദവ സംഘടന നേതാക്കളൊക്കെ ഉണ്ട്, നമുക്കറിയാം. അപ്പൊ ഇവരാണെങ്കിലും ശരി, ഇനിയിപ്പൊ സന്യാസി സഭയുടെ അങ്ങ് പറഞ്ഞ സന്യാസി സഭയുടെ പ്രധാന പോസ്റ്റിലിരിക്കുന്ന സന്യാസിമാരിൽ ചില ആൾക്കാർ തൃശ്ശൂരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇത് മനസ്സിലായിക്കൊണ്ടേ ഇതിനൊക്കെ പരിഹാരം കാണണം. ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംഘടനയാണെങ്കിലും അവരൊക്കെ ഇതൊക്കെയല്ലേ പരിഹരിക്കപ്പെടേണ്ടത്. അപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ ഇന്ന് ഈ സ്വാമിജിയെ വിളിച്ച് സംസാരിക്കുന്ന ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതല്ല നമ്മൾ അങ്ങ് ഇങ്ങനെ കഴിയാന്നല്ല നമ്മൾ കരുതിയിരിക്കുന്നുണ്ട്. അങ്ങ് മറ്റുള്ള കൂട്ടത്തിൽപ്പെട്ട ഈ
സന്യസിക്കണമെന്ന് പറഞ്ഞ് പലരും എന്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ട്. കാരണം ശിവഗിരി മഠത്തിൽ നിന്ന് സന്യാസം ഈഴവന്മാർക്ക് കൊടുക്കത്തില്ല, അവിടെ നിന്ന് സേവനം അനുഷ്ഠിച്ചാലേ പറ്റത്തുള്ളൂ. പലരായിട്ടും എന്നെ ഒന്ന് സമീപിച്ചിട്ടുണ്ട്. കാരണം ഗുരുപരമ്പരയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും സന്യാസം തരത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ സന്യസിച്ചതിന്റെ വിഷമതകൾ ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ്. സന്യസിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സന്യാസം ഒരാൾക്ക് കൊടുത്താൽ അവനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കടമ എനിക്കുണ്ട്. അവനെ പഠിപ്പിച്ച് ഗുരുദേവകൃതിയെങ്കിലും അത്യാവശ്യം ഗുരുദേവകൃതിയൊക്കെ പഠിപ്പിച്ച് ഒരു പ്രചാരകനായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കടമ എനിക്കുള്ളത്. പക്ഷേ അവരെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യാനുള്ള വഴിയൊന്നും എൻ്റെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നേ വരെ മന്ത്രദീക്ഷ എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സന്യാസ സമ്പ്രദായ ദീക്ഷത്തിലേക്ക് ഇന്നേ വരെ ആരെയും സ്വീകരിക്കാത്തതിന്റെ കാരണം അതാണ്. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദു സമൂഹം വളരെയേറെ ആവശ്യം വരുമ്പോ സന്യാസി വേണം, ആവശ്യം കഴിഞ്ഞാൽ സന്യാസി വേണ്ട. പിന്നെ എന്താ പറയാ, VIP കളായിട്ടുള്ള സന്യാസിമാരെ കണ്ടാൽ ഈ ഹിന്ദു സന്യാസികൾ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ഭൂതിയാണ്, ഏതാ ഒരു വല്ലാത്തൊരു ഭ്രമമാണ്. നമ്മൾ സാധാരണക്കാരന്മാർ പോയിരുന്നാൽ നമ്മളെ ആരും മൈൻഡാറ് പോലില്ല. എന്നാൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രഭാഷണങ്ങൾ ചെയ്ത് സമൂഹത്തെ ഉദ്ധരിക്കുന്നത്. അവരൊക്കെ വലിയ വലിയ തലങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് സന്യാസിമാരെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് വേറൊന്നുമില്ല, ഇന്ന് ഹിന്ദു സമൂഹം വളരെയേറെ എന്താ പറയാ ഈ ഭ്രമത്തിലാണ്. ഏതാ വലിയ വലിയ കാറിൽ ആഡംബര കാറുകളിൽ ചെന്നിറങ്ങുന്ന സന്യാസിമാർക്കും വലിയ വേദാന്തം പറയുന്ന സന്യാസിമാർക്കൊക്കെയാണ് ഇവിടെ, അനുഗ്രഹിക്കുന്നവർക്കൊക്കെയാണ് ഇവിടെ വലിയ പ്രാധാന്യമുള്ളത്. അല്ലാതെ ഈ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈടം ഒഴിഞ്ഞു വെച്ച നമ്മളെ എന്നെ പോലെയുള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ട് ഇവിടെ പരിഗണനയൊന്നുമില്ല. ആ തലത്തിലേക്ക് സമൂഹം മാറിയാൽ മാത്രമേ ഹിന്ദു സമൂഹം നന്നാകത്തുള്ളൂ. നമ്മള് ഈ വിഷയം സംസാരിക്കുമ്പോ ചിലപ്പോ ചില ആളുകൾ ചോദിക്കാൻ ഇടയുണ്ട്, പിന്നെ എന്തെങ്കിലും സുഖം ഒക്കെ അനുഭവിക്കാമെന്ന് കരുതിയിട്ടാണോ നിങ്ങളൊക്കെ സന്യസിച്ചേ എന്ന് ചില ആളുകൾ. കാരണം വെച്ചാൽ അങ്ങേക്ക് അറിയാം, പോസിറ്റീവ് അല്ല ഹിന്ദുക്കൾ ചിന്തിക്കുക. നമ്മൾ ഈ സംസാരിക്കുന്നത് മൊല്ലാക്കയോടും നമ്മളൊരു മുക്രി അങ്ങനെ മൊല്ലാക്കയൊക്കെ ആണെങ്കിൽ ഈ സംസാരിക്കുമ്പോൾ അവരെഴുതുക, അവിടെ തന്നെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇപ്പോൾ തന്നെ അത് കഴിഞ്ഞാൽ അങ്ങേ വിളിക്കുക, ഉസ്താദെ അങ്ങക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്നിട്ട് അവൻ ഞാൻ കാര്യം ചെയ്യാം, ഇക്കൊരായിരം തരാൻ പറ്റുള്ളൂ, ഞാനേ തരാം, ഇങ്ങനെ പറയാ ചെയ്യുക. എന്നാൽ നമ്മുടെ ആളുകൾ കമന്റ് ചെയ്യുക, പിന്നെ എന്തോ മലമറിക്കുന്നതിനാണോ സന്യസിച്ചെന്നാണ് എഴുതുക അല്ലെങ്കിൽ പറയുക. ഇങ്ങനെയുള്ള ആളുകളോട് സ്വാമിക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും സഭ്യമായ രീതിയിൽ എന്തെങ്കിലും അങ്ങേക്ക് പറയാനുണ്ടാണ് ഇങ്ങനെ പറയുന്നവരോട്? കാരണം അങ്ങപ്പോഴും അങ്ങക്ക് സുഖം വേണമെന്നൊന്നും പറയുന്നില്ല, അങ്ങനത്തെ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാ പറയുന്നത്. എന്നിരുന്നാൽ പോലും അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നതോട് എന്തെങ്കിലും മറുപടി പറയണമെന്ന് അങ്ങേക്കുണ്ടോ? എന്തിനാണ് നിങ്ങൾ പോയി സന്യസിച്ചതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ഇതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രീനാരായണ പ്രസ്ഥാനം വെച്ചാൽ ഭയങ്കര വിമർശകന്മാരുടെ ഒരു വലിയ ഒരു വ്യൂഹം കൂടിയാണ്. എന്നാ വലിയ ഉൾക്കാഴ്ച കുറവാണ് പലർക്കും. വെറുതെ അങ്ങ് പറയുന്ന സന്യാസിമാരെ കേട്ട് കഴിഞ്ഞാല് ത്യാഗികളല്ലേ, നിങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. ഞാൻ പറയുന്ന പിന്നെ നമ്മള് സന്യാസിയല്ല, എന്നാ പിന്നെ അങ്ങ് സന്യസിക്കും, അല്ലെങ്കിൽ അങ്ങയുടെ മകനെ സന്യസിക്കും. അപ്പൊ കാര്യം തീർന്നില്ലേ? അതൊന്നും പറ്റത്തില്ല. സന്യാസിമാരുടെ വെക്കിട്ട് കയറുക അത് ഒരു ഹിന്ദു സമൂഹത്തിന്റെ ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞു. സ്വാമിജി, ഒരു കാര്യം, നമ്മൾ സന്യാസി സംഗമത്തിൽ പങ്കെടുത്ത സമയത്ത് അവിടെ ഒരു പേരൊന്നും നമുക്കറിയില്ല, ഒരുപാട് സന്യാസിമാരുടെ അഭിപ്രായങ്ങൾ സംസാരിക്കാൻ പറഞ്ഞ നേരത്ത് ഒരു താടിയൊക്കെ വെച്ചൊരു മെലിഞ്ഞ് ഒരു മുടി നീട്ടിയ ഒരു സന്യാസിവര്യൻ താഴെ ഇറങ്ങി നിന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, നമ്മള് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലും മറ്റൊക്കെ ആ പ്രദേശത്തെ സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും നടത്താനും ആ സന്യാസിമാരെ മുൻനിർത്തി കാര്യങ്ങൾ നടത്തണമെന്നും പറഞ്ഞപ്പോ എല്ലാവരും കൈയടിക്കുകയുണ്ടായി. സത്യത്തിൽ ആ പറഞ്ഞ സന്യാസി അങ്ങനെ പറയാനുള്ള കാരണം അവിടെ ഇരുന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന് എന്താ വെച്ചാൽ, ഇവിടെ അമ്പലത്തിലൊരു പ്രഭാഷണം ഉണ്ടെങ്കിൽ ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഇപ്പൊ ഇത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നേരെ നമ്മൾ സ്വാമി ചിദാനന്ദപുരിനെ ക്ഷണിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്വാമിജിക്കൊന്നും നിൽക്കാൻ നേരമില്ല. സ്വാമിജിയൊക്കെ ജനങ്ങൾക്ക് വേണ്ടേ എന്ന് കരുതി ഇറങ്ങി തിരിച്ച് നടക്കുന്നതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നിരുന്നാൽ പോലും ഇവർ ഇത്രയും ദൂരത്ത് നിന്ന് ഓടി വരുമ്പോൾ അവരുടെ വണ്ടി പൈസയും അവരുടെ കാര്യം നോക്കുമ്പോൾ ധർമ്മമാണ് കേൾക്കേണ്ടതെങ്കിൽ പ്രാദേശികമായ സന്യാസിമാരെ കേൾക്കാനല്ലേ ഹൈന്ദവ സമൂഹം തയ്യാറാവേണ്ടത്. കൊടുക്കുന്നത് 1000 10,000 കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 1000 നിങ്ങളെ പോലുള്ള സന്യാസിമാർക്ക് കൂടി കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ അന്ന് ആ സ്വാമി എന്ന് പറയാൻ കാരണം? അല്ലെങ്കിൽ ഇപ്പൊ ആ സ്വാമി ഞങ്ങൾക്ക് പ്രഭാഷണം തരുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങളീ വിളിക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരുപാട് സന്യാസിമാര് കേരളത്തിൽ ഉണ്ടാവില്ലേ, അവർക്ക് നിൽക്കാൻ പറ്റാണ്ട് നമ്മളിപ്പോ ഈ മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ സിനിമാറന്മാരുടെ കാര്യം പറഞ്ഞ പോലെയാ,
ലോക്കൽ നടന്മാരെ വിളിച്ചിട്ടൊന്നും ചെയ്യൂല, ഇവര് വിളിക്കും, ഇവർക്ക് ഫുള്ള് പരിപാടി എന്ന് പറയുന്ന നേരത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് സിനിമ ഉണ്ടാവില്ല. അവര് പിന്നെ കന്നൂട്ടാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ള സിനിമാ നടനാണ്, പക്ഷെ അത് പോണം, അതൊന്നും മോശം പണിയല്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന നേരത്ത് ഈ സന്യാസി, അന്നത്തെ സന്യാസിയോ അല്ലെങ്കിൽ സന്യാസിമാർ ഇങ്ങനെ പറയുമ്പോൾ ഇതിലൊരു കാര്യമില്ല. കാരണം നമ്മളൊരു തൊട്ടടുത്ത ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ 4 ആള് കൂടുന്നിടത്തോ 10 റുപ്യ കൊടുക്കേണ്ടിടത്തോ ഈ പറയുന്ന പേരുള്ള സന്യാസി, മറ്റുള്ളവർക്ക് പേരില്ല എന്നല്ല, അങ്ങേക്കും പേരുണ്ട്, ഒക്കെ പേര് ഇതുപോലെ തന്നെ. ആനന്ദം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നാരായണീയ പറയുമ്പോൾ ആനന്ദം കഴിഞ്ഞിട്ട് മറ്റൊന്നുമില്ല, ഇങ്ങനെ പലർക്കും ആനന്ദം കേട്ട് മറ്റുള്ള പലതും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇതും വെച്ചുകൊണ്ട് മാത്രമല്ല, അതിന്റെയൊക്കെ മറ്റെന്തോ അവര് ജ്ഞാനം മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ളവർ അറിവില്ലാത്തവരാന്ന് പറയാം. അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല, എല്ലാവർക്കും ഇവരോളം അറിവുണ്ട്. പക്ഷെ ഇവരെ കേൾക്കാൻ, അങ്ങനെയുള്ള സന്യാസിമാരെ കേൾക്കാതെ ഇവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ അത് ശരിക്കും ഒരു അധാർമിക പ്രവർത്തനമാണെന്നോ അതൊരു ശരിയായ രീതിയല്ല എന്നോ അന്ന് ആ സന്യാസി പറഞ്ഞതിൽ നിന്ന് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ കൂടി വിളിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം വെറുതെ പറഞ്ഞതാവോ അത് അങ്ങനെ പറയാൻ? അതെ, അതിലിപ്പോ ഒരു പ്രശ്നമുള്ളത് തന്നെ ഈ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തെ പഠിച്ചിട്ട് സന്യസിച്ച ഒരു കുറവാ. ബാബാജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭാരതീയ സംസ്കാരം പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വേദിയില് ഒരു മണിക്കൂറെങ്കിലും ജനങ്ങളോട് തെറ്റുകൂടാതെ സംവദിക്കാൻ കഴിവുള്ള സന്യാസിമാർ കുറവാണ് ഞാൻ മനസ്സിലാക്കിയത്ര കാലം. കാരണം ചിലപ്പം ഒരു ദിവസം 1-2 പ്രോഗ്രാം ഉള്ളപ്പോൾ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. കാരണം ഒരാളെ പകരം വെച്ചിട്ട് വിടാൻ, ഒന്നെങ്കിൽ ഞാൻ ശിവബോധാനന്ദ സ്വാമി അല്ലെങ്കിൽ ധർമ്മേന്ദ്ര സ്വാമി, എങ്ങനെയൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രോഗ്രാമിന് പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആ റേഞ്ചിൽ സംസാരിക്കാൻ പറ്റിയ ഒരാളെ കിട്ടാറില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്വാമിമാരെന്ന് വെച്ച് കഴിഞ്ഞാല് അവകാശവാദങ്ങൾക്ക് വേണ്ടി സന്യാസി കൊണ്ടുകൊണ്ട് കാര്യമില്ല. ആദ്യം സന്യാസിയായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആദ്യം പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് വേദി കിട്ടും. അത് ചിദാനന്ദപുരി സ്വാമി, അല്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം തന്നെയാണ്, എന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നും എന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ചില ഈ ശിവഗിരി മഠത്തിന്റെ സന്യാസിമാരായിട്ടുള്ളവര് മാത്രം ചെന്നാലേ എന്തോ വലിയ SNDP ശാഖകളിൽ ഇപ്പൊ എന്തോ വലിയ ഇത് ഉണ്ടാകത്തുള്ളൂ നിലയിൽ ചില ആളുകൾ അങ്ങനെ പെരുമാറുന്നതുകൊണ്ട് ഞങ്ങൾ ലോക്കൽ സന്യാസിമാരെ ചിലവരെയും വിളിക്കാറില്ല. ശിവഗിരി മഠത്തിൽ നിന്നും വന്നാൽ മാത്രമേ ഇവിടെ എന്തോ ആന പോലെ അകത്തുള്ളെന്ന് ചിന്തിക്കുന്ന കുറച്ച് പ്രവർത്തകന്മാരുണ്ട്. അവര് പിന്നീട് അവസാനം തിരിച്ചു വിളിക്കാറുണ്ട്, സ്വാമി തന്നെ വരുന്ന നല്ലതെന്ന് പറയും. കാരണം പ്രചരണ രംഗത്ത് പ്രചാരകന്മാരായി പ്രവർത്തിക്കാൻ കഴിവുള്ള സന്യാസിമാര് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അല്ല സ്വാമിജി, മറ്റൊരു കാര്യം, അങ്ങോട്ട് ഒരു സംശയം ചോദിക്കും. ഇപ്പൊ ഓൾറെഡി ഈ കമ്മ്യൂണിസ്റ്റുകളോ അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളൊന്നും ഈ സന്യാസിമാരെയൊന്നും അവരങ്ങനെ ഒരു ആത്മീയതൊന്നും അവർക്കില്ല. ഉണ്ടെങ്കിൽ അവരുടേതായ ചില സന്യാസിമാരെ ചില പൊളിറ്റിക്സ് ആണ്. അതല്ലാണ്ട് ഹിന്ദു പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ ഹൈന്ദവ സംഘടനകൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ആ സന്യാസഭ മാത്രമല്ലാതെ ഇപ്പൊ ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെയുള്ള കുറെ പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ പരിവാർ പ്രസ്ഥാനം അല്ലാണ്ട് ഹിന്ദു പ്രസ്ഥാനങ്ങൾ, ഇവരുടെ എന്തെങ്കിലും ഒക്കെ ഈ ഉദ്ഘാടനങ്ങൾക്കോ അല്ലെങ്കിൽ ഭദ്രദീപം തെളിയിക്കുന്നതിനോ അതല്ലെങ്കിൽ വല്ല ഇപ്പൊ ഈ പറഞ്ഞ ധർമ്മ പഠനത്തിന്റെ ഭാഗമായിട്ട് മുഖ്യ ആചാര്യനായിട്ടൊക്കെ അങ്ങേക്ക് പോകാനോ പങ്കെടുക്കാനോ ഒക്കെ പറ്റിയിട്ടുണ്ടോ? അവർ ക്ഷണിക്കാറൊക്കെ ഉണ്ടോ അങ്ങേ? അവര് വിളിച്ചിട്ടുണ്ട്. അതായത് ഒരു 2005, 2006 കാലഘട്ടം മുതൽ 2015 വരെയൊക്കെ അവർ വിളിക്കുമായിരുന്നു. പിന്നീട് നമുക്ക് അവരുടേതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ആഴം എന്താണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തിരിച്ച് പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ വിളിക്കാം. കാരണം അവരുടെ കീഴിൽ നിൽക്കുന്ന കുറച്ച് ആളുകളാണ് അവർക്ക് ആവശ്യം. ബാബാജി പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ അവരവരുടെ രാഷ്ട്രീയത്തിൽ മാത്രമാണ് കമ്മ്യൂണിസം ഉള്ളത്. അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭക്തന്മാരാണ്. ഈ നാരായണീയരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്മാർ നല്ല ഭക്തന്മാരാണ്. ഈ വിശ്വഹിന്ദുവിനെയോ അല്ലെ RSSകാരെയോ കുറ്റം പറയില്ല. അവർ വിളിക്കാറില്ല, അവർ ആ പരിഗണന തരാറില്ല. കാരണം അവരെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കാക്കരി ഉക്കിരി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ തലേ കയറിയിരുന്ന് എന്താ പറയാ ചോദ്യം ചെയ്യുന്നവരാണ് അവര്. പക്ഷേ CPM-കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നല്ല ഭക്തന്മാരാണ്. പ്രോഗ്രാമിന് എന്ന് കഴിഞ്ഞാൽ അവർ ആ മാന്യമായ രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്യും. പോരുമ്പോൾ നമുക്ക് അതായത് പ്രഭാഷകന്മാരായിട്ടുള്ള സന്യാസിമാരെ പറ്റിക്കുന്ന കുറെ ആളുകളുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ പോരാൻ നേരത്ത് പണ്ടൊക്കെ ദക്ഷിണ തരുന്നത് വെറ്റിലേക്കകത്തായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കവറിനകത്ത് വെച്ചിട്ട് ഭയങ്കര ആന തരുന്ന പോലെ 2000 രൂപ തരും. അപ്പൊ നമ്മളെന്ത് ചെയ്യും?
വാങ്ങിച്ചിട്ടിങ്ങി പോരും, അവിടെ വെച്ച് കണക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് വലിയ മിടുക്കാവും അവര് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ബോഷ്കാണെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് തന്നെ തുറന്നിട്ട് ഡ്രൈവറോട് ചോദിക്കും നിങ്ങളുടെ കൂലി എത്രയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വാങ്ങിച്ചോളാൻ പറയും. അല്ലെ പിന്നെ നമ്മൾക്കൊന്നും കിട്ടാറില്ല സത്യത്തില്. വണ്ടി ഓടിച്ച് രാത്രിക്ക് പ്രഭാഷണം കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ തിരിച്ചു പോരണമെങ്കിൽ വണ്ടി വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ വളരെയേറെ പറ്റിക്കുന്ന രീതിയിലാണ് പലപ്പോഴും പല പ്രഭാഷണ സ്ഥലങ്ങളിലും വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിക്കുന്ന, അതായത് അവര് മിടുക്കന്മാരായി നമ്മളൊക്കെ എന്താ പറയാ കൊച്ചു പിള്ളേരല്ലേ. ചിദാനന്ദപുരിയെ പോലെയുള്ള സന്യാസിമാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് 10,000 രൂപയോ അല്ലെങ്കിൽ സ്വാമിക്ക് സ്വന്തം കാറുണ്ടെന്നറിയാം, പിന്നെ നേരത്തെ തന്നെ ഭക്തന്മാർ പലരും സ്പോൺസർ ചെയ്യും. ഞങ്ങളെ പോലുള്ള സന്യാസിമാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കവറിനകത്ത് ഞങ്ങളെ പറ്റിക്കുന്ന കുറെ വേന്ദ്രന്മാരാവുള്ളത്. സ്വാമിജി ഒരു കാര്യം അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ ഇവിടുത്തെ ഭോഷ്ക്ക്, അതായത് ഇതൊന്നും ആരും തുറന്നു പറയാൻ മടിക്കുന്നു. പല സന്യാസിമാരും മടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പലപ്പോഴും ഈ കബളിപ്പിക്കലിന് ഇരയാകുന്നത് കൊണ്ട് പല സന്യാസിമാരും ഇത് വെച്ചൊഴിഞ്ഞ് മാറുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു അറിവ് കിട്ടാതെ പോകുന്നു. പിന്നെ എന്ത് അവര് വല്ല പൂജയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നു. കാരണം എന്താ, ജീവിച്ചു പോകുന്നു. വെറുതെ നടുപൊടിച്ചു ദീർഘദൂരം യാത്രയായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു നമുക്ക് ആവശ്യമായ ഒരു പ്രതിഫലം തരാൻ സമൂഹത്തിന് കഴിയാത്ത വരുന്നതുകൊണ്ടാണ് പല സന്യാസിമാരും പ്രഭാഷണ രംഗം വിട്ടു പോകുന്നത്. പറഞ്ഞാട്ടെ, എന്താണ് പറഞ്ഞത് സ്വാമിജി? ഒരു നമുക്ക് തോന്നിയ ഒരു കാര്യം അങ്ങയോട് ചോദിക്കുകയാണ്. ഇപ്പോ നമ്മൾ ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഹിന്ദു സമൂഹത്തിൽ ജാതി ഇല്ല, പക്ഷെ സമുദായങ്ങൾ ഉണ്ട്. ആ ജാതി എന്ന വാക്ക് തെറ്റാ. ജാതിയിൽ നിന്ന് ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി നരജാതി, അതിൽ 2 ആണും പെണ്ണും, ഇതൊക്കെ ഗുരുദേവൻ പറഞ്ഞത് കറക്റ്റാ. പക്ഷെ സമുദായ സംവിധാനത്തിൽ അങ്ങനെ പറഞ്ഞു, അങ്ങയുടേതായ സമുദായത്തിൽ അങ്ങേക്കുള്ള തപോബലം, ആ സമുദായത്തിന്റെ തപോബലത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം അങ്ങ് പറയണ്ടേ. ആ അത്തരം സമുദായങ്ങൾ, ഇപ്പൊ നമ്മുടെ ഭാഷയിൽ നമ്മൾ ആദിപർമ്മൊക്കെ വിളിക്കുന്ന സമുദായങ്ങൾ, ഈ സമുദായം ഇത്രയും കാലം പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിലെ അംഗങ്ങൾ, ഇവര് ഹിന്ദു സമൂഹത്തിലെ സന്യാസി മണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കോ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കു ലഭിക്കുന്നതിനേക്കാൾ പരിഗണന പലപ്പോഴും മറ്റ് സെമിറ്റിക് മതങ്ങളിൽ നിന്ന് സന്യസിച്ചവർക്കോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്കോ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പണ്ട് പൗലോസ് തൊട്ടാൽ ശുദ്ധിയാകും എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്ന പോലെ ഇപ്പൊ തന്നെ കേരളത്തിൽ മുഖ്യധാര സന്യാസി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തി ഒരു പരിവർത്തിത ക്രൈസ്തവനാണ്. ക്രൈസ്തവൻ ഹിന്ദു ആയതാ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പരിഗണന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജനതയിൽ നിന്നും വന്ന പ്രണവ സ്വരൂപാനന്ദ സ്വാമിജിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അങ്ങ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നി കിട്ടുന്നില്ല തന്നെയാണ്. അപ്പോൾ അങ്ങയെ പോലെയുള്ള നമ്മുടെ ആളുകൾക്ക് ഇവര് കൊടുക്കാതെ, ഇപ്പൊ രാമസിംഹൻ അബൂബക്കർ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എന്നാൽ അദ്ദേഹത്തിന് പോലും കൊടുക്കുന്ന പരിഗണന, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം സുഖലോലുപന്മാരായി ജീവിച്ചവരാണ്. ആ മതത്തിനും അവര് പുണ്യാളന്മാരായിരുന്നു. അവർക്ക് ഒരിക്കലും അൺടച്ചബിലിറ്റി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് പഠിക്കാനോ സീറ്റുകൾക്കോ കുറവുണ്ടായിട്ടില്ല. എന്നാൽ അവിടെ അവർ കൂട്ടത്തിൽ ഒരാളായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ അവർക്ക് രാജസിംഹാസനം കൊടുക്കുന്ന അവരുടെ കുറവല്ല പറയുന്നത്. ഹൈന്ദവർ ഇപ്പോഴും നമ്മുടെ ജനതയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല. പകരം ക്രിസ്ത്യാനി സന്യാസിയായാലോ ക്രിസ്ത്യാനി നമ്പൂരി ആയാലോ അല്ലെങ്കിൽ പൂജാരി ആയാലോ ക്രിസ്ത്യാനി ഹിന്ദു മതത്തിലേക്ക് വന്നാലോ മുസ്ലിം വന്നാലോ അവർക്ക് പട്ടുമെത്തം ഇരിക്കുന്നു. അത് എപ്രകാരം എന്നാൽ 1947 മരണപ്പെട്ട ഈ പറയുന്ന മലബാറിലെ രാമസിംഹൻ മുസ്ലിം അലിഹാജിയൊക്കെ മതം മാറിയതാ. അന്ന് മതം മാറിയപ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിനെ കൊടുത്തത് അങ്ങാടിപ്പുറത്തിരുന്ന് നമ്പൂതിരിപ്പാടാ. കാരണം മാപ്പിള മതം മാറി ഹിന്ദു ആയപ്പോൾ നമ്പൂതിരിയായി സ്വീകരിച്ച് നമ്പൂതിരിയായ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്നാൽ അന്ന് ആ മലപ്പുറത്ത് അവിടെ പാണരുണ്ട്, പറയരുണ്ട്, വേട്ടുവരുണ്ട്, വള്ളുവരുണ്ട്, ഈഴോനുണ്ട്, പലതുമുണ്ട്, നായര് വരെയുണ്ട്. ഇവരെ ഒന്നും നമ്പൂരിയാക്കുകയോ നമ്പൂരി സ്ത്രീയെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ ചെയ്യാൻ ഒരു നമ്പൂരി രംഗത്ത് വന്നില്ല. കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും മതം മാറിയിട്ട് രാമസിംഹനോ രാജസിംഹനോ മന്നാടിയാരോ നമ്പൂരിയോ ഒക്കെ ആകുമ്പോൾ അവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളിടത്ത് ഇപ്പോഴും ഹിന്ദു സമൂഹം എത്ര തന്നെ ഉള്ളിലേക്ക് വന്നാലും നമ്മുടെ ആളുകളെ സ്വീകരിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ ഇപ്പോൾ നമ്മൾ ഇന്നൊരു പോസ്റ്റർ കണ്ടു. ഒരു ഹിന്ദു ധർമ്മ പഠന ശിബിരം നടക്കുകയാണ്.
ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരാണ് കാര്യമായിട്ട് അതിന്റെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ചിന്മയുടെ കീഴിലാണ്, ചിന്മയ മിഷന്റെ അണ്ടറിലാണ് ആ പരിപാടി തോന്നുന്നു. എന്നാൽ അവിടെ പോലും ഇത്തരത്തിൽ മതം മാറി ഈ മറ്റു മതങ്ങളിൽ നിന്ന് സന്യാസിമാർക്കാണ് പ്രാധാന്യം കൊടുത്തു കാണുന്നത്. നമ്മുടെ ആളുകളിൽ നിന്ന് ഒരു സന്യാസിമാർക്ക് പോലും, നമ്മളെയല്ല, നമ്മുടെ ആളുകളിൽ നിന്ന് ഒരു സന്യാസിമാർക്ക് പോലും അവിടെ സ്പേസ് ഇല്ല എന്ന് പറയുമ്പോൾ, ഹിന്ദു സമൂഹം ജാതിയില്ല, മതമില്ല, ഭേദമില്ല, സമുദായ ഭേദമില്ല, ഇത് വെറുതെ പറയുകയാണെന്ന് പറയുമ്പോൾ, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ആ ഫീലിംഗ് വെറുതെ ആയിട്ട് സ്വാമിജിക്ക് തോന്നുന്നുണ്ടോ? ചണ്ടാള ബാബയ്ക്ക് വെറുതെ നോക്കിയിട്ടാണ് ജാതി തോന്നുന്നതാണ്. അങ്ങനെയല്ല, ഇത് അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ഇവർക്കൊന്നും കൊടുക്കുന്നത്, ഇവർക്കൊന്നും കൊടുക്കുന്നില്ല, നമ്മുടെ ആളുകൾക്ക് തന്നെയാണ് മുഖ്യ പരിഗണന, അങ്ങേക്ക് തോന്നുന്നുണ്ട്. അത് നമ്മളുടെ വെറും തോന്നലാണോ? ചണ്ടാള ബാബയ്ക്ക് ജാതി ബോധമുള്ളത് കൊണ്ട് തോന്നിയതാണോ? എന്താ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഇത് ആധ്യാത്മിക രംഗത്ത് പറയേണ്ട കാര്യമില്ല. ജാതീയത ആധ്യാത്മിക രംഗത്ത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നും അത് അങ്ങോട്ടും ഒന്നല്ല ഇവിടെ ആരോടും പറയേണ്ട കാര്യമില്ല. എന്റെ ചില സുഹൃത്തുക്കളായിട്ടുള്ള ചിന്മയ മിഷനിലെ ചില സുഹൃത്തുക്കളുണ്ട്. അവര് പറയുന്നു, ചിന്മയ മിഷനിൽ എന്റെ സ്വാമി ഇന്നും കൊച്ചമ്മമാർക്ക് ചായ വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ബ്രഹ്മചാരികൾക്ക് പലർക്കും എന്ന് പറഞ്ഞത്. കാരണം കൊച്ചമ്മമാരെല്ലാം അവിടുത്തെ അറിയാലോ, മുതിർന്ന സമുദായത്തിലുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ സൂചിപ്പിച്ച് നിർത്തി ചായയൊക്കെ വെച്ച് കൊടുത്ത് നിന്ന് പോണം. അപ്പൊ ജാതി എല്ലായിടത്തും ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. ശിവഗിരി മഠത്തിലും ഉണ്ട് ജാതി. ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്ക് അവരുടേതായിട്ടുള്ള ജാതീയതയുണ്ട്. എന്താ പറയാ, സ്വാമിജി നമ്മൾ ആ ജാതിയല്ല, നമ്മെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു മതങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ അഡീഷണൽ പവറും അഡീഷണൽ സ്വാഗതം കൊടുക്കലും ചെയ്യുന്നു. നമ്മെ അതുപോലെ നമ്മുടെ ആളുകളെ പരിഗണിക്കുന്നില്ല എന്നതാണ് നമ്മളുടെ ആരോപണം. നമ്മളെയല്ല, ചണ്ടാള ബാബ ചണ്ടാളനല്ലേ അംഗീകരിക്കണ്ട. എന്നാൽ പ്രണവാസ്വരൂപാനന്ദയെ പോലുള്ള ഒത്തിരി ആനന്ദന്മാരും മുരികളും ഗിരികളും ഉള്ളപ്പോൾ ഇവിടെ മറ്റ് ക്രിസ്ത്യാനി സന്യാസിയായാൽ അത് അവരെങ്ങനെയാ ആര്യ സമാജത്തിൽ പോയിട്ട് ശുദ്ധി ചെയ്ത് 10 ദിവസം കൊണ്ട് സന്യാസിയായി വരുന്നതാ. എന്നാൽ കാലങ്ങളായിട്ട് ഹിന്ദുവായി ഹൈന്ദവ ധർമ്മത്തിൽ, അത് ചിലപ്പോൾ ചാത്തനെ പൂജിക്കുന്നവനോ നീലിയെ പൂജിക്കുക കാളിയെ പൂജിക്കുകയോ ഒക്കെ ചെയ്യും. എന്നാൽ ആ പരമ്പരയാണ്. ആ പരമ്പരയിൽ നിന്ന് ഒരുത്തൻ വരുമ്പോൾ അവനെ അംഗീകരിക്കില്ല. എന്നാലോ ഈ ധർമ്മവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ആര്യ സമാജത്തിൽ നിന്ന് പുണ്യാഹം ചെയ്ത് വന്നാലോ, അവനെ ഈ ഹിന്ദു ആയാലോ, അവൻ സന്യസിച്ചാലോ, അവൻ മറ്റെന്തോ ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞാലോ അവന് പ്രത്യേകം പരിഗണന കൊടുക്കുന്നു. അതാണ് നമ്മുടെ ആരോപണം. നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഹിന്ദുവിൽ ഈ ജാതിഭേദം ഇല്ല എന്ന് പറയുമ്പോൾ, ജാതിഭേദം ഇന്ന് പണ്ടത്തെ പൗലോസ് തൊട്ടാലോ ഈ ഔദ്രോസ് തൊട്ടാലോ ശുദ്ധികാവുന്നു, അവരോളം മഹത്വം ഈ ജനതയ്ക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്ന നമ്മുടെ ചോദ്യം. അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് നന്നായി ഫീൽ ചെയ്തു. എന്ന് പറയുന്ന സംഘടനയിൽ പോലും താക്കോൽ പഴുതിൽ ഇരിക്കുന്നത് ഈ മതം മാറി വന്നവരാ. എന്താ നമ്മുടെ ആളുകൾക്ക് സന്യാസിമാരുടെ സംഘടനയിൽ പ്രസിഡന്റും സെക്രട്ടറിയും ആകാനുള്ള യോഗ്യത ഇല്ലേ നമുക്ക് തോന്നും. നിങ്ങൾക്കാർക്കും തോന്നണ്ട, നമുക്ക് തോന്നും. നമ്മളെ ഇരുത്തണ്ട, നമ്മൾ അതിന് വരുന്നില്ല. പക്ഷെ നിങ്ങൾക്കും വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതാണ് വിഷയം. അത് അങ്ങയുടെ ഒരു ജാതിയല്ല ഈ മനസ്സിലായി. അതിലെ ഇപ്പോൾ കേരളത്തിന്റെ സന്യാസ സഭയുടെ മാർഗദർശക മണ്ഡലില് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളെന്ന് വെച്ചാല് സത്സ്വരൂപാനന്ദ സ്വാമിയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാല് എന്താ ഒരു ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ പോസ്റ്റിൽ ഇരിക്കുന്നതിൽ ഞാൻ ഇന്നേ ഒരു മറ്റൊരു ഇത് ചിന്തിച്ചിട്ടില്ല. കാരണം വെച്ചാല് ഈ ഞങ്ങളൊക്കെ സന്യസിക്കുമ്പോൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സന്യാസിമാര്. ഏതാ നല്ല പ്രാണായാമ ദീക്ഷ കിട്ടണം, അല്ലെങ്കിൽ ഗൂഢമായ വിദ്യകൾ വേണം. ഇതൊന്നും ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാർക്ക് തരാനില്ല. പക്ഷേ സത്സ്വരൂപാനന്ദ സ്വാമി സന്യാസത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം ഇതെല്ലാം കൊണ്ടാണ് വരുന്നത്. അദ്ദേഹം വേണ്ടോളം വിദ്യ ആർജിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരിക്കലും ഈ സന്യാസ സഭയുടെ തലപ്പത്തിരിക്കുന്നതിൽ എനിക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു യോഗാവസ്ഥയുള്ള മനുഷ്യനാണ്, അറിവുള്ളവരെ നമ്മൾ എപ്പോഴും. അവിടെയാണ് അദ്ദേഹത്തിനോടുള്ള ഇതല്ല നമ്മൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ കുറവല്ല പറയുന്നത്, അദ്ദേഹത്തെ പരിഗണിക്കുന്നിടത്ത് എന്തുകൊണ്ട്. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ കാരണം ഇത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ്, കാരണം അദ്ദേഹമാണ് ഇന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് പഴയ വീഞ്ഞും പുതിയ കുപ്പിയും എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഇന്നിങ്ങനെ തുടർന്ന് പോകുന്നു ഹിന്ദു സമൂഹത്തിനിടയിൽ. പലപ്പോഴും ഈ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴേക്കും
സന്യാസം പോട്ടെ, ആധ്യാത്മിക കാര്യത്തിലേക്ക് വരുമ്പോൾ, ദേവസ്വം ബോർഡ് കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെയാണെന്നുള്ള പുലയ പറയ സമുദായത്തിലുള്ള പിള്ളേരെ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നില്ല. നമ്മൾ വേണ്ടുവോളം വിദ്യ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരെടുക്കാത്തത്? എനിക്ക് പറഞ്ഞാൽ ഈ കുറച്ചുകൂടെ പറഞ്ഞ പോലെ സന്യാസിമാരായിട്ട് കാവിയിട്ടോണ്ട് കാര്യമില്ല. സന്യാസിയാണെങ്കിൽ അങ്ങ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ അങ്ങനെ സന്യാസിയായിട്ട് ബഹുമാനിക്കത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ആളുകൾ സന്യസിക്കട്ടെ, അവർ പഠിക്കട്ടെ, ആദ്യം പഠിക്കട്ടെ, വിദ്യക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ പുച്ഛിക്ക് തള്ളി പറയല്ലേ. ഞാൻ അനുഭവിക്കുന്നതാണ് ഇതൊക്കെ. ഞാൻ നമ്മുടെ ചോദ്യത്തിലേക്ക് അങ്ങ് വന്നില്ല. ഈ ഒട്ടും കഴിവില്ലാത്തവരാണ് ഈ സമൂഹത്തിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ നിന്ന് ഇവർക്കും ഇപ്പൊ ഈ പറഞ്ഞ ഈ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ ആയിട്ടുള്ള ആളുകൾ മതം മാറി വരുമ്പോൾ അവർക്ക് മാത്രമാണ് ഹിന്ദു ധർമ്മത്തിലെ എ ക്ലാസ് വിദ്യാഭ്യാസം എന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്നവർക്ക് ഇല്ല, അവർ ഇനിയും പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ, പഠിച്ചവരില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റില്ല. നമുക്കത് 100% നമ്മൾ അംഗീകരിക്കില്ല. നമുക്ക് എന്താ വെച്ചാ അങ്ങ് പറയുന്ന ആചാര്യന്മാര് വെച്ചാലും അവര് ക്വാളിഫിക്കേഷൻ അവര് പറയുന്നതിൽ നമ്മുടെ ജനതയിൽ നിന്ന് ആ ക്വാളിഫിക്കേഷൻ ഉള്ളവരില്ല എന്ന് നമ്മൾ അംഗീകരിക്കില്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെ പരിഗണിക്കുന്നിടത്ത് എന്തുകൊണ്ട് നമ്മുടെ ആളുകളെ പരിഗണിക്കുന്നില്ല? ആ ഒരു വേർതിരിവാ നമ്മൾ വേണത്. കേവലം സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമികളോ അല്ലെങ്കിൽ രാമസിംഹനോ മാത്രമല്ല നമ്മുടെ വിഷയം. അത് പേരിന് ഉദാഹരിച്ചതാ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പറയാതെ പറഞ്ഞല്ലോ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ അത് ആ സ്വാമിജിയെ അല്ല ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഹൈന്ദവർ ആ സ്പേസിലേക്ക് നമ്മുടെ ആളുകളെ പരിഗണിക്കുന്നില്ല എന്നാണ്. ആചാര്യന്മാരുടെ ശിലാകേന്ദ്രത്തിലേക്ക് ഇപ്പോഴും എന്തുകൊണ്ട് ചണ്ടാളൻ ഇവരിട്ട പേരാ, നമ്മളിട്ട പേരൊന്നുമല്ല. നമ്മളെ ചണ്ടാളൻ എന്നുള്ളതല്ല, ചണ്ടാളരാരാ എന്ന് വളരെ വ്യക്തമായിട്ട് ഇവരെന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവരുടെ ധർമ്മഗ്രന്ഥങ്ങൾ. ആ പറയുന്ന വ്യവസ്ഥയിൽ ഇവരെന്തുകൊണ്ട് ചണ്ടാളരെ ഇപ്പോഴും ഇവരുടെ ആ പരമമായ പദവിയിലേക്ക് അംഗീകരിക്കുന്നില്ല എന്നാണ് നമ്മുടെ ചോദ്യം. അത് നമുക്ക് ഫീൽ ചെയ്തപ്പോൾ അങ്ങത് അറിവില്ലാത്തത് കൊണ്ടാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ കാര്യം, ദേവസ്വം ബോർഡിൽ അംഗീകരിക്കപ്പെട്ട ഒരു ആചാര്യനാണ് നമ്മള്. അപ്പൊ എന്നാൽ ഹിന്ദു സമൂഹത്തിൽ നമുക്ക് അംഗീകാരമുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ പ്രേക്ഷകർ എത്ര പറഞ്ഞാലും നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമ്മതിക്കാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സമ്മതിക്കാൻ, പ്രേക്ഷകർക്ക് വേണ്ടി സമ്മതിക്കാൻ, സമാജത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കാമെന്നല്ലാതെ നമ്മളെ കാണുന്ന പ്രണവസ്വരൂപം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന പ്രണവസ്വരൂപാനം തന്നെ പറയൂ, ഹിന്ദു സമൂഹം ചണ്ടാള ബാബയ്ക്ക് ആ ഒരു പദവി നൽകിയിട്ടുണ്ടോ അറിഞ്ഞുകൊണ്ടേ? അപ്പോൾ എന്നാൽ ഇവർക്ക് കൊടുക്കുമ്പോൾ നമ്മളിപ്പോഴും നമുക്ക് വേണ്ടിയിട്ടല്ല, അങ്ങ് അറിവില്ലാത്തവരാണ്, അറിഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. എന്താണ് അറിവിന് മാനദണ്ഡം? ദീക്ഷാ സമ്പ്രദായമാണോ? എങ്കിൽ ഇവരുടെ ദീക്ഷാ സമ്പ്രദായം എന്താണ്? ഇവർക്ക് എന്തറിയാം ഹിന്ദു ധർമ്മത്തിനെ പറ്റി? അങ്ങയുടെ ഒരു ഉദാഹരണം, ഈ പറഞ്ഞ ഈ സന്യാസിയുമായിട്ട് നമ്മളൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹിന്ദു ധർമ്മഗ്രന്ഥത്തിൽ ഈ ആഭിചാരം കൂടാത്രത്തെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നാ. ഇന്ന് ഇതിലൊക്കെ ഉണ്ട്. അഥർവവേദത്തിൽ ഈ കാര്യം പറഞ്ഞു. പക്ഷെ അദ്ദേഹം വേദം 4 നേരം ഘോഷിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേദത്തിൽ എന്താ അറിയാം? ഭൂതവിധി എന്നൊരു സംവിധാനം തന്നെ അഥർവവേദത്തിലുണ്ട്. അതിനെക്കുറിച്ച് അറിയാണ്ട് അദ്ദേഹം ഇത് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിവുണ്ട് എന്ന് പറഞ്ഞത് എന്തിലാണ് അറിവ്? തന്ത്രശാസ്ത്രത്തിൽ എന്തറിവ് അദ്ദേഹത്തിനുണ്ട്? അപ്പോൾ അവിടെ ഒരു വിഷയം കൊണ്ടല്ലല്ലോ, ഒരു അദ്വൈതം പറയുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണായാമ സിദ്ധാന്തം പറയുന്നത് കൊണ്ട് മാത്രം അത് ഇപ്പോഴും പറഞ്ഞ വ്യക്തിയല്ല പറയുന്നേ. പക്ഷെ അങ്ങനെ അവരുടെയുള്ള അറിവ് നമ്മുടെ ജനതയിലുള്ളവർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഏത് താക്കോല് വെച്ച് അല്ലെങ്കിൽ എന്ത് തോത് വെച്ചിട്ട് അളക്കുന്ന സമൂഹം? അപ്പൊ സ്വാമിജി അറിവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. അറിവുള്ളുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? ഇവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്നു, മറ്റു മതക്കാർക്ക് കൊടുക്കുന്നു. ഇവർ നിരന്തരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും കുറ്റം പറയും, എന്നിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ സംവാദത്തിന് വിളിച്ചപ്പോൾ ഞാൻ വന്നു ഇല്ലേ? അങ്ങ് സംവാദത്തിന് വിളിച്ചപ്പോൾ ഞാൻ വന്നതിന്റെ കാരണം എന്താ? അതുകൊണ്ടാണ് അറിവുള്ളത് കൊണ്ടും സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് വന്നത്. അല്ലാതെ അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്വാമിയോട് പറഞ്ഞേ, ഓ അത് എന്താ പറയാ, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാളിപ്പോ കേൾക്കാൻ പോലില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ സ്റ്റോക്ക് തീർന്ന സ്വാമിനെ. അതേസമയം ചണ്ടാള ബാബയ്ക്ക് സ്റ്റോക്ക് എത്ര സംസാരിച്ചാലും തീരത്തില്ല. അയാൾക്ക് അറിവുള്ള മനുഷ്യൻ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നു പറഞ്ഞു. മനസ്സിലായി? അതാണ് അങ്ങയോട് ആ പറഞ്ഞ ഒരു വ്യക്തി ആരോ ആകട്ടെ, നമുക്ക് എക്സ് ഓർ വൈ, ഇവർക്ക് ഇത് തോന്നുമ്പോൾ എന്തുകൊണ്ട് ഈ പറഞ്ഞവരോട് ഇതൊന്നും തോന്നുന്നില്ല എന്ന നമ്മുടെ ചോദ്യം. നമ്മള് സന്തോഷ് പണ്ഡിറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും ആവട്ടെ, ഇവർക്ക് ഇതെന്തുകൊണ്ട് തോന്നുന്നു, ഇത്തരം ആളുകൾക്ക് ഇത് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഹിന്ദു ഈ ജാതി ഉച്ചനീചത്വത്തിനെതിരെ തന്നെയാണ് നമ്മൾ. ഉച്ചനീചത്വം ജാതി അല്ലെങ്കിൽ സമുദായം എന്നുള്ള വിഷയം നമ്മൾ ആർക്ക് വേണ്ടോ ആവാം, നമ്മളത് ഫോളോ ചെയ്യേണ്ട നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. എന്നാൽ മുഖ്യധാരയിൽ ഹൈന്ദവർ ഇപ്പോഴും നമ്മുടെ ജനതയെ മാറ്റി നിർത്തുന്നു എന്ന ബോധ്യം നമുക്കുണ്ട്. അത് അങ്ങേക്ക് ഫീൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തോന്നിയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ
അങ്ങേക്ക് അതാണ് നമ്മുടെ ചോദ്യം. അങ്ങേക്ക് അങ്ങനെ കണ്ടില്ലേ? കാരണം നമ്മുടെ ആളുകളെ പരിഗണിക്കുന്നില്ലല്ലോ. ദേവസ്വം ബോർഡ് പരിഗണിച്ചാൽ ഇപ്പൊ അങ്ങ് അറിവില്ല. ദേവസ്വം ബോർഡ് അത് തന്ത്രി വിഷയത്തില, ദീക്ഷാ വിഷയത്തിലേക്ക് നമ്മൾ കടന്നില്ല. അപ്പൊ അങ്ങനെ കടക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ പോലും സംസാരിക്കാത്തതിന്റെ കാരണം എന്താ അറിയാമോ? നമ്മൾ അവർക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും അവർ നമ്മളെ ഉൾക്കൊള്ളത്തില്ല. അവർ നമ്മളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടിയല്ലേ നമ്മൾ സംസാരിക്കേണ്ടുള്ളൂ. സ്വാമിജി അവിടെയാണ് ഇപ്പൊ നമ്മളെ ആളുകൾ 10 ആള് കൈയടിച്ചോ എന്നല്ല, ഈ ധർമ്മ വ്യവസ്ഥ അനീതിയാ ചോദിക്കുന്നേ. എന്തോ ധർമ്മ വ്യവസ്ഥയിൽ ഹിന്ദുവിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പരിഗണന ഇതിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നതാണ് നമ്മളുടെ ചോദ്യം. അത് കൊടുക്കുന്നുണ്ടത് ഉള്ളത് അങ്ങേക്ക് കാണുന്നില്ലേ എന്നാണ് നമ്മൾ ചോദിച്ചത്. അങ്ങേക്ക് കാണുന്നില്ലേ? അത് നമ്മുടെ ഇടയിൽ അറിവില്ല. നമ്മുടെ ഇടയിൽ അറിവില്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മളെ ഉദ്ധരിച്ച് തന്നെ, അല്ലാണ്ടൊന്നുമല്ല, നമ്മളായിട്ടൊന്നുമല്ല. സംഘടിതരല്ല. അതാണ് നമുക്ക് സംഘടിതരായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞാലേ നാളെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തലങ്ങളിലേക്ക് നമ്മൾക്ക് ചെന്നിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സംഘടിതരല്ല. ഇന്ന് നമ്മൾ പല 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 രാഷ്ട്രീയ പാർട്ടികളുടെ ചെണ്ടകളായിട്ട് ജീവിക്കുന്നവരാണ് ഈ പറഞ്ഞ നമ്മുടെ താഴേക്കുള്ള ആളുകൾ, സമുദായക്കാർ. അതുകൊണ്ടാണ് സ്വാമിജി അത് അംഗീകരിക്കാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മതം മാറി വന്നവർക്ക് എന്ത് സംഘടിത ബലമാണ് ഹിന്ദു സമൂഹത്തിലുള്ളത്? നമ്മളെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ സമുദായത്തിലെ ആചാര്യന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് എന്ത് സംഘടിത ബലമാണുള്ളത്? ഇവരെ പരിഗണിക്കുന്നു. അപ്പൊ അവിടെ സംഘടിത ബലമല്ല. അതിന് കാരണം ഈ പറയുന്ന ആ സംവിധാനം, ഹിന്ദു സംവിധാനം ഇപ്പോഴും നമ്മളെ പൗലോസിനെയും അതുപോലെ തന്നെ പത്രോസിനെയും ഈ പറയുന്ന വാപ്പുട്ടിക്കും കൊടുക്കുന്ന പരിഗണന നമുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇവർ തരുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അത് തരുന്നില്ല എന്നുള്ള പോരായ്മയുണ്ട്. അവിടെ നമ്മൾ അങ്ങ് ജീവിച്ച ചുറ്റുപാടിൽ പോലും എനിക്ക് വിഷമാണ്. കാരണം എന്താ വെച്ചാല് അങ്ങേ പരിഗണിക്കേണ്ടിടത്ത് അങ്ങക്ക് പരിഗണന വേണ്ടെങ്കിൽ പോലും അങ്ങ് ഇങ്ങനെ ഒരു സന്യാസി ഉണ്ടാകുമ്പോൾ അങ്ങേക്ക് ഇവർക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു 5% ഒരു 1% ഒരു പരിഗണന അങ്ങേക്ക് നൽകിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ വിഷയം എടുത്തിടാൻ കാരണം. നൽകിയിരുന്നെങ്കിൽ അങ്ങ് എവിടെ എത്തും നമുക്കറിയാമെന്ന്. കാരണം സ്വയം നാരായണീയ ദർശനം മറ്റാരുടെയും തള്ളിയിട്ടല്ല, അച്ഛനും അമ്മയൊന്നും തള്ളിയിട്ടതല്ല. സ്വന്തം താല്പര്യത്തിൽ നാരായണീയ ദർശനം 22ാമത്തെ വയസ്സിലേക്ക് സന്യസിക്കണമെന്ന് ഇറങ്ങിത്തിരിക്കുന്ന അങ്ങ് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങേക്ക് വേണ്ട പരിഗണന, ഇവർക്ക് കൊടുത്ത പരിഗണനയിൽ 1% അങ്ങേക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ അങ്ങ് ഇന്ന് പറഞ്ഞ ഈ വിഷയങ്ങളൊന്നും പറയേണ്ടി വരുമായിരുന്നില്ല എന്നർത്ഥത്തിലാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാണ്ട് ഒരിക്കലും ഈ പറയുന്ന വ്യക്തികളോടൊന്നും മനസാവാചാ കർമ്മണ നമുക്ക് വ്യക്തിപരമായിട്ട് അവരോടൊന്നും മുഷ്ടില്ല. പക്ഷെ മറിച്ച് അവർക്ക് കൊടുക്കുന്ന പരിഗണന നമ്മുടെ ആളുകൾക്ക് കിട്ടുന്നില്ല എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അവര് മോശക്കാരാണെന്നല്ല പറയുന്നത്, അവര് ശ്രേഷ്ഠരാണ്, അവർക്ക് അറിവുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ എന്നാൽ ആ അറിവ് നമ്മുടെ ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഉള്ളവർക്ക് ഇവർ തരുന്നുണ്ടോ? ഉള്ളവർക്കും തരുന്നില്ലല്ലോ. അങ്ങേക്ക് അറിയുമായിരിക്കും. സന്യാസി സഭയിൽ നമ്മൾ വന്നത് അങ്ങ് കണ്ടില്ലേ? നമ്മൾ കസേര വേണമെന്ന് പറഞ്ഞോ സ്വാമിജി? നമ്മൾ കസേര വേണമെന്നോ അവിടെ വേദിയിൽ ഇരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞ കസേര വിഷയമല്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷെ പിന്നീട് നമ്മളെ വിളിച്ചവരിരുത്തി, അതായത് സെക്കൻഡ് റോയിൽ ഇരുത്തുന്നു. സ്വാമി ചിദാനന്ദപുരിയോട് എല്ലാ റെസ്പെക്ട്, അദ്ദേഹം അവസാനം വരെ നമ്മളെ കൂടെ ഇരുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് തന്നെയാണ്. അദ്ദേഹം അവസാനം വരെ നമ്മളെ കൂടെ ഇരുന്നത്. ഈ സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ നമ്മളെ കൂടെ തന്നെ ഇരുന്നു, ഒരു സംശയമില്ല. എന്നാൽ പിന്നീട് വന്ന ഒരു സന്യാസി, മറ്റേ മൂപ്പിൽ സ്വാമി മഠത്തിലെ സന്യാസി വന്നപ്പോൾ അദ്ദേഹം നമ്മൾ ചെന്നപ്പോൾ നമ്മളെ പുറകിലിരുത്തുകയും എന്നാൽ ഇദ്ദേഹം വന്നപ്പോൾ നമ്മുടെ അടുത്തുനിന്നൊരു കസേര വലിച്ച് നമ്മുടെ മുന്നിട്ട് ഇരുത്തുകയും ചെയ്യുമ്പോൾ അത് ജാതിയല്ലാതെ മറ്റെന്തായിട്ടാണ് സ്വാമിജിക്ക് തോന്നിയത്? മൂപ്പിൽ സ്വാമി മഠത്തിലെ സന്യാസി വന്നപ്പോൾ, പിന്നീട് വന്നപ്പോൾ പള്ളിക്കൽ അതുണ്ട് നമുക്ക് തോന്നില്ല. മമ്മൂട്ടി വന്നാലും ലാസ്റ്റ് എന്ന പുറകിലിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ ചെന്നപ്പോൾ കസേര വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുറകിലിരുത്തി, പരാതിയില്ല, ഒരു പരാതിയുമില്ല. എന്നാൽ പിന്നീട് വരുന്ന ഒരു നമ്പൂതിരിയായ സ്വാമിക്ക് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ അടുത്തുനിന്നും കസേര നീക്കി നമ്മുടെ മുന്നിൽ ഇരുത്തുമ്പോൾ അത് ജാതിയല്ലാതെ പിന്നെ എന്ത് മഹത്വമാണ് നമ്മളും ഭൂതിയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഹിന്ദു സമൂഹത്തിനോടാ ചോദിക്കാനുള്ളത്. ഇത് നമ്മൾ അന്ന് മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ശേഷം ഇവിടെ ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ടായപ്പോ ഇത് ചർച്ചാ വിഷയമായി. ബാബാജി ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ നമ്മളെ കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ ഉണ്ടായി, അതിനെന്താണ് കാരണം, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. നമ്മളതിന് പോയിട്ടില്ല. പക്ഷെ അത് എന്തായിരിക്കും? ഈ ഭൂതിയെ നമ്മുടെ മുന്നിലേക്ക് വിളിച്ചിരുത്താൻ നമ്മളും അയാളും തമ്മിലുള്ള ജാതി അല്ലാതെ മറ്റെന്ത് കാരണമാണുള്ളത്? നമുക്ക് അറിവില്ലാത്താണെങ്കിൽ അങ്ങേക്ക് തുറന്നു പറയാം, ഭൂതിയുടെ അറിവ് സഞ്ചാള ബാബയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം. അങ്ങേക്ക് പറയാം, അങ്ങേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അറിവില്ലായ്മയാണ് അതിന് കാരണം. അല്ലെങ്കിൽ എന്തായിരിക്കും ഈ കാരണം? ഇദ്ദേഹത്തെ വിളിച്ചു അവരൊക്കെ തന്നെ അല്ലേ നമ്മുടെ ആളല്ല.
അത് തന്നെയല്ലേ, അത് ജാതി മേൽക്കോയ്മ സിദ്ധാന്തം ഇല്ല എന്ന് പറഞ്ഞ സന്യാസിമാർ അപ്പൊ അത് പിൻപറ്റുന്നുണ്ട് എന്നുള്ളതിനല്ലേ വ്യക്തമാകുന്നേ. നമ്മുടെ ആളുകൾ അല്ല, ഇതെല്ലാം ഹിന്ദു സമൂഹത്തിന്റെ ആധ്യാത്മിക രംഗം കൈയാളുന്ന ഇന്നും അവരാണ്. അതുകൊണ്ടാണ് അവരുടെ ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ വലിയൊരു ജാതീയത തന്നെയാണ് സ്വാമിജി. ഇവിടെയാണ് വന്ന സ്വാമിജി നമ്പൂതിരി സമുദായത്തിലെ സ്വാമിജി ആവുമ്പോ ആ പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്യുന്ന മറ്റ് സന്യാസിമാരൊന്നും നമ്പൂതിരി സ്വാമിമാരല്ല, എന്നാൽ സവർണ വിഭാഗത്തിലെ സന്യാസിമാരാണ്. സവർണ വിഭാഗത്തിൽ നിന്നുള്ള സന്യാസിമാരോ ഈ പറഞ്ഞ പോലെ മറ്റു മതത്തിൽ നിന്ന് വന്ന സന്യാസിമാരോ ആണ് അതിനെ കണ്ടക്ട് ചെയ്തത്. അതിന് നേതൃത്വം കൊടുത്തത് എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഹൈന്ദവ സംഘടനയാണ്. എന്നിട്ട് അവിടെ ഈ അനീതി, കാരണം അന്ന് അങ്ങേക്ക് അറിയാം, നമ്മുടെ സമുദായത്തിൽ നിന്ന് സ്വത്വവാദവുമായിട്ട് ശുഭാനന്ദ ഗുരുദേവന്റെ സന്യാസിമാരെ അല്ല പറയുന്നത്, സ്വത്വവാദവുമായി വന്ന സന്യാസി നമ്മൾ മാത്രം. എന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് മറ്റൊരാളെ ഇരുത്തുമ്പോൾ ആ അനീതി ബോധ്യപ്പെടാതെ ജാതി ഇല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ജാതിഭേദം ഇല്ല, അതൊക്കെ വെറുതെ പറയാന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട. പക്ഷെ ഈ തിരുത്തൽ നമ്മുടെ സമാജത്തിൽ ആവശ്യമില്ലേ? ഐക്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഈ തിരുത്തൽ അവർക്ക് ഇവിടെ വേണ്ടേ? അങ്ങേപോലെ ഈ പറഞ്ഞ കഷ്ടത അനുഭവിക്കുന്ന സന്യാസിമാർക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ആചാര്യന്മാർക്കോ മറ്റു മതത്തിൽ നിന്ന് വന്നവരെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് ഔദാര്യമല്ല, അവകാശമാണ് നമ്മളിപ്പോഴും പറയുന്നത്. ഔദാര്യമല്ല, വന്നിരുന്നോ ശരി ഞങ്ങൾ കേട്ടിരുന്നല്ല. അവിടെ ഈ ഒരു വിവേചനം മാറ്റപ്പെടേണ്ടതല്ലേ? അതിവർ കാണിക്കും. അങ്ങനെ പറഞ്ഞു, ഇവരല്ലേ കൈയാളുന്നത്. അവിടെയാണ് നമ്പൂതിരി അല്ല, നമ്പൂതിരിയെ ഇരുത്തിയത് മറ്റു സവർണ സമുദായത്തെ. ഇവരിട്ട് പറയും സവർണ എന്ന് പറയാൻ പറ്റുമോ ബാബാജി ചോദിച്ചാൽ, ഇവർക്ക് അതുള്ളത് കൊണ്ടല്ലേ നമ്മളിൽ ഒരു അവർണത്വമുള്ളതിന് നമ്മൾ അവർണം തന്നെയാണ്. പക്ഷെ മറിച്ച് ഒരു അസ്പൃശ്യത, ഉച്ചനീചത്വം ഇവർ നമ്മളിൽ കാണുന്നത് ഇവർക്ക് ജാതി ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ? അപ്പോൾ ഇത് മാറണ്ടേ? കാരണം ആചാര്യന്മാർക്കോ സന്യാസിമാർക്കോ ഇത് ഉണ്ടെങ്കിൽ മാറണ്ടേ? പഴയ ജാതീയതയിൽ നിന്ന് ഇന്നും സ്വാതന്ത്ര്യം നേടിയിട്ടില്ലാത്ത ഒരുപറ്റം ജനതയാണ് ഈ സനാതന ധർമ്മത്തിനെ ഇന്നും നയിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവര് അങ്ങ് ഇന്ന് ഈ ദിവസം പറയുന്ന കാര്യം, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ അങ്ങിൽ നിന്ന് വന്ന ഈ വാക്ക് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. എന്താണ്? ഇന്നും ഹിന്ദു എന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് പൂർണ്ണമായും അനുവദിച്ചോ അംഗീകരിച്ചോ കൊടുക്കാൻ ഉള്ളിന്റെ ഉള്ളിൽ കഴിയാത്ത ഒരു സമൂഹം ആണ് താക്കോൽ പഴുതിലിരുന്ന് ഹിന്ദുവിനെ നിയന്ത്രിക്കുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യം അങ്ങ് പറയുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഹിന്ദുവിൽ നിന്നും സാധാരണക്കാരിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ആചാര്യന്മാരിലും സന്യാസിമാരിലാണ് മാറ്റം വരേണ്ടത്. ഇത് പറയുന്ന നമുക്കാണ് ജാതി എന്ന് തോന്നുന്നു എങ്കിൽ ആ മനസ്സുകളിലാണ് മാറ്റം വരേണ്ടത്. കാരണം നമുക്കത് തോന്നിയെങ്കിൽ ആ തോന്നിച്ചവരിൽ കുറ്റം കാണുന്നില്ല. തോന്നിച്ചവരിലല്ല കുറ്റം കാണുന്നേ, തോന്നിയ നമുക്ക് ആ കുറ്റം കാണുന്നത്. അതായത് ഹിന്ദു സമൂഹം സത്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും. അവിടെയാണ് അങ്ങ് പറഞ്ഞ വാക്ക് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടീഷുകാര് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വാമിജി. അംബേദ്കർ പറയുന്നത് ബ്രിട്ടീഷുകാരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അക്ഷരാഭ്യാസം നേടാൻ പറ്റിയതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ആഘോഷിക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യം അവിടെ കിടക്കുന്നുണ്ട്. അല്ല, അതുണ്ട് സന്യാസം കൊടുത്തത്. അല്ല, അവിടെയാണ്. അപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാർ പോയതാണ് നമ്മളെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ നമ്മുടെ ആളുകളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാണോ എന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. പക്ഷെ അംബേദ്കർ എത്രത്തോളമാണ് ആ കാലഘട്ടത്തിൽ ആശങ്കപ്പെട്ടത്? ആ കാലത്ത് ആശങ്കപ്പെടാനുള്ള കാരണം എന്താ? ബ്രിട്ടീഷുകാർ, മാലാരവിന്ദൻ പറഞ്ഞ വെള്ളക്കാർ പോയി കൊള്ളക്കാർ വരുമോ എന്ന് ചിന്തിച്ചു. കാരണം ഇവർ പോയാൽ അടുത്തത് വരുന്നത് രാജഭരണത്തിന്റെ ആളുകൾ തന്നെയാണെങ്കിൽ എന്റെ ജനതയ്ക്ക് ഇവിടെ നീതി ലഭിക്കുമോ എന്ന മനുഷ്യൻ ആശങ്കപ്പെട്ടു, ആ മഹാത്മാവ് ആശങ്കപ്പെട്ടു. അതുണ്ടാകില്ല എന്ന ഉറപ്പിന്മേലാണ് പിന്നീട് പോകുന്നത്. എന്നാൽ കാലം ഇത്ര കഴിഞ്ഞിട്ടും ഹിന്ദു സമൂഹത്തിൽ ഒരു ക്രൈസ്തവനോ മുസ്ലിമിനോ കൊടുക്കുന്ന പരിഗണന നമ്മുടെ ജനതയ്ക്ക് ഇന്നും കൊടുക്കാൻ, ഇതിന്റെ അങ്ങ് പറഞ്ഞ പോലെ ഇതെല്ലാം കൈയാളുന്നത് ഇപ്പോഴും അവരല്ലേ എന്ന് പറയുമ്പോൾ അത് അങ്ങേക്ക് പോലും അത് തോന്നുന്നു എങ്കിൽ, അങ്ങേക്ക് പോലെ ഒരുപാട് ആളുകൾ നമ്മുടെ പുറത്തു വന്ന് അങ്ങേ പോലെ സംസാരിക്കാൻ തയ്യാറല്ല എന്നേ ഉള്ളൂ. ഒത്തിരി ആളുകൾ ഇത് പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് അങ്ങേ ഈ റൂട്ടിലേക്ക് കയറിയത് കൊണ്ട് എന്റെയൊക്കെ മനസ്സ് മരവിച്ചു. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇതായത് 10-15 വർഷത്തിലേറെ ശിവഗിരി മഠം നമ്മളോട് കാണിക്കുന്ന അവജ്ഞത, അതുകൊണ്ട് നമ്മുടെ മനസ്സ് മരവിച്ചത് കൊണ്ടാണ് യാതൊരുവിധ കാര്യങ്ങളിലും പ്രതികരിക്കാൻ ഇടങ്ങി തിരിക്കാത്തതിന്റെ കാരണം.
അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങേപോലെ ചില ആളുകൾ മറ്റൊരു പറയാതിരിക്കുന്ന മറ്റു പല കാരണം. അപ്പൊ ഇപ്പോഴും തന്നെ ഇന്ന് അങ്ങയോട് ഇങ്ങനെ സംസാരിക്കാനല്ല ഉദ്ദേശിച്ച വിഷയം ദൈവീകമാണ്. ദൈവം നാരായണ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഉച്ചനീചത്വങ്ങൾക്കെതിരെ സംസാരിക്കാൻ സത്യത്തിൽ വേദി വരിക. ഇത് സംസാരിക്കണമെന്ന് മനസ്സാവാചകരണ ഗുരുവാണ് നമ്മൾ ചിന്തിച്ചതല്ല. കാലഘട്ടം നിങ്ങളെ പോലെയുള്ള ഒരാളെ സൃഷ്ടിച്ചതാണ്, അല്ലാതെ നമ്മൾ സ്വയം ഇറങ്ങിത്തിരിക്കുന്നതല്ല. ഈ കാലഘട്ടം നിങ്ങളെ പോലെയുള്ള ഒരാളെ എന്നെയോ നിങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതാണ്. മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങി തുടങ്ങിയിരിക്കും. അതിൻ്റെതായിട്ടുള്ള ആ ഒരു പരിവർത്തനത്തിന്റെ വേദിയിലാണ് നമ്മളൊക്കെ അതിന്റെ പ്രചാരകന്മാരായി ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നതിന്റെ കാരണം. കാലഘട്ടം നമ്മളെ സൃഷ്ടിക്കുകയാണ്. അത് മനസ്സിലാക്കാത്ത, അതായത് സൂര്യൻ ഉദിച്ചിട്ടും എന്താ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള പോലെ അർക്കൻ അന്ധൻ ഇരുളാർന്ന ശൂന്യവസ്തു എന്നാണ്. അതായത് സൂര്യൻ ഉദിച്ചാലും കണ്ണു കാണാത്തവന് എന്താ പ്രയോജനം എന്ന് പറഞ്ഞ പോലെയാണ്. ആ വിജ്ഞാന സൂര്യൻ ഉദിച്ചു, സ്വാതന്ത്ര്യം കിട്ടി, ലോകത്തിന്റെ നെറുകയിൽ ശാസ്ത്രത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഉന്നതങ്ങളിൽ ഈ ജനത ഇന്ന് വിരാജിക്കുമ്പോൾ ഇന്നും കേവലമായ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഇവിടെ കിടന്ന് കടിപിടി കൂടുന്ന കുറെ ആളുകളാണ് ഈ ഭാരതത്തിന്റെ സംസ്കാരം ആനയാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ പോലുള്ളവരൊക്കെ ഇനിയും സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് എനിക്ക് ഈ ചർച്ചയിൽ എനിക്ക് അങ്ങനെയോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. ഇന്നും നമ്മുടെ ഇടയിൽ, ഈ സന്യാസിമാർക്കിടയിൽ എന്താ പറയാ, തൊലിവെളുപ്പോട് കൂടി എന്താ പറയാ വെള്ളാനകളുണ്ട്. പറയാൻ പറ്റില്ല. ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ടും ഈ സമാജത്തിന്റെ വളർച്ച ഒക്കെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വന്നു തന്നെ. തീർച്ചയായും സ്വാമി, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയം ഒരിക്കലും സമാജത്തെ വിള്ളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പ്രേക്ഷകരോട് പറയുകയാണ്. കാരണം ഇവിടെ ഒരു വിവേചനം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ഒരിക്കലും പുറത്ത് ബാഹ്യമായി ചിരിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കരുത് നമ്മുടെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോക്ക്. ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇത് പറയണ്ട ബാഹ്യശക്തികൾ ആക്രമിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ബാഹ്യശക്തികളെ മാത്രം നോക്കി നിന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ പീഡിപ്പിക്കപ്പെടുന്നവരോ വിവേചനം അനുഭവിക്കുന്നവർക്കോ മിണ്ടാൻ പറ്റില്ല. കാരണം ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ വിവേചനത്തിന്, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ബാഹ്യമായ ശക്തികളുടെ ആക്രമണത്തിനും. അപ്പോൾ അതിനു വേണ്ടി ഇത് മാറ്റിവെച്ചാൽ ഇത് പരിഹരിക്കപ്പെടില്ല. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ വൈറസ്, ഈ ഒരു ക്യാൻസറിനെ ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. കാരണം ആചാര്യന്മാർക്ക് സന്യാസിമാർക്കും ഇടയിൽ അവര് പറയാണ് ഇത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം അറിയാണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കില്ല. അപ്പൊ അവിടെ ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കേൾക്കുന്ന ഏതെങ്കിലും മറ്റു മതസ്ഥരുണ്ടെങ്കിൽ ഗാന്ധി ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട പോലെ തന്നെ നമ്മൾ പറയട്ടെ, ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഹൈന്ദവരിലെ വിവിധങ്ങളായ ഡിനോമിനേറ്റുകളുടെ വിഷയമാണ് പറയുന്നത്. ആ ഡിനോമിനേറ്റിലുള്ള വിവേചനമാണ്. അതിലൊരിക്കലും മറ്റു മാസത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് കുറ്റം പറച്ചിലല്ല, ഇത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഒരു വേദി ഓപ്പൺ ചെയ്യണം. കാരണം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളുടെ ആളുകൾ പറയാറ്, ആചാര്യന്മാരോ നേതാക്കന്മാരോ പറയാറ്, അത് നമുക്ക് ഒന്നിച്ചിട്ട് സംസാരിക്കാം. എന്നാൽ ഒന്നും സംസാരിക്കാൻ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടോ ഇല്ല താനും. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ മാത്രമാണ് നമുക്കൊരു മാർഗം. ഇത്തരത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ കുറ്റം പറയാവും. പക്ഷെ അതിന്റെ അപ്പുറം അങ്ങനെപ്പോലെ ഒത്തിരി എണ്ണിയാനൊടുങ്ങാത്ത ആചാര്യന്മാർക്ക് ഇത് ഫീൽ ചെയ്യുമ്പോൾ നാളെയുടെ സമൂഹത്തിൽ ഇതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് ഇവർ അംഗീകരിക്കണം എന്നുള്ളതൊന്നല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ജാതി വിവേചനോ ഉച്ചനീചത്വോ ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. അല്ലാണ്ട് ഇവരാരും നമ്മളെയൊന്നും അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഐക്യപ്പെടണം എന്ന് പറയുമ്പോൾ ഉള്ളതിനെ ഇല്ല എന്ന് പറയണ്ട. ഇപ്പൊ ബ്രഹ്മസത്യം ജഗത് മിഥ്യാന്ന് ശങ്കരാചാര്യ പറഞ്ഞാലും ബ്രഹ്മസത്യം ജഗത് സത്യം എന്ന് പറഞ്ഞ സിദ്ധാന്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ജഗത്ത് മിഥ്യയാണെന്ന് അങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയണ്ട. ജഗത്ത് സത്യമാണെന്ന് പറയുന്ന ദർശനവും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അദ്വൈതമാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ദ്വൈതാദ്വൈത വർജിതമായ കൗളസങ്കല്പവും കൗളാചാര്യന്മാരും, ഞങ്ങൾക്ക് ഇവിടെ ദ്വൈതവും അദ്വൈതം അല്ല, ഞങ്ങൾ ദ്വൈതാദ്വൈത വർജിതമാണ് ഞങ്ങൾക്ക്. ഇത് രണ്ടുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഇതിനെയൊക്കെ ഉൾക്കൊള്ളണം, ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കണം. അതുകൊണ്ട് ഉള്ളതിനെ ഇല്ല എന്ന് പറയണ്ടെന്നാ പറഞ്ഞത്. അവിടെ ഹിന്ദുവിന്റെ ജാതി അസ്പൃശ്യത കേവല സാധാരണക്കാരിൽ മാത്രമല്ല സന്യാസി മണ്ഡലത്തിലും ആചാര്യ സമൂഹത്തിലും കൃത്യമായി ഉണ്ട്. അതിൽ ആചാര്യന്മാരുണ്ടെങ്കിൽ നിൽക്കട്ടെ, ഇതെല്ലാം തിരിച്ചു എന്ന് പറഞ്ഞ സന്യാസിമാർക്കുണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ എന്തെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ അങ്ങ് പറഞ്ഞ സംപൂജ്യ സ്വാമിജി ഒരു കാര്യം സംപൂജ്യ സത്സ്വരൂപൻ സരസ്വതി സ്വാമികളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോട് നേരിട്ട് കണ്ടപ്പോ അദ്ദേഹത്തോട് നമ്മൾ ജാതിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഷൗട്ട് ചെയ്യാണ് ചെയ്ത്, ജാതി വിവേചനമൊന്നുമില്ല, അതിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമുക്ക് അതൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നീടാണ് ഇത്
ക്രിസ്ത്യാനിയാന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹം ജാതി വിവേചനം അനുഭവിച്ചിട്ടേ ഇല്ല. അതായത് മോഹൻലാൽ എല്ലാ പ്രഭാഷണത്തിലും നമ്മളുണ്ട്, മോഹൻലാൽ ദുബായി കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഉള്ള സാധനം അനുഭവിക്കാത്ത, ഹിന്ദു ധർമ്മത്തിന്റെ മൂല്യച്യുതികൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഹിന്ദു ധർമ്മത്തിലെ മൂല്യച്യുതി ഇല്ല എന്ന് പറയും? പിന്നെ എങ്ങനെ അദ്ദേഹം ജ്ഞാനിയാണെന്ന് പറയും? അദ്ദേഹം അതുകൊണ്ട് അത് മിണ്ടണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. എന്നാൽ അനുഭവിച്ച നമ്മൾ പറഞ്ഞു, അദ്ദേഹം നമ്മളെ ചോദ്യം ചെയ്തു, സ്വാമിജി ബാബാജി അനുഭവിച്ചിട്ടുണ്ടോ ചുണ്ട എന്ന് പറഞ്ഞു, നുണ പറയുകയാണെന്ന് പറഞ്ഞു. ആളുകളുടെ കയ്യിലെ പാവയാണ് അദ്ദേഹം, ചില ആളുകളുടെ പാവയാണ് പറഞ്ഞത്. ജേർണലിസം പാസ്സായ ഒരു മനുഷ്യന്റെ മോനാണ് അയാൾ, അച്ഛനും ഇതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലവണ്ണം അന്വേഷിച്ച് അദ്ദേഹം എന്താണെന്നും ഏതാണ് എങ്ങനെയായിരുന്നു ജീവിതം എന്നും തൊട്ട് സെറ്റ് വരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തോട് ആ കാലഘട്ടത്തിൽ റിലേറ്റ് ചെയ്ത ആളുകളോടെ. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇദ്ദേഹം നമ്മളോട് ചോദിച്ച ചോദ്യം അങ്ങ് അനുഭവിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഉണ്ട്. അപ്പൊ നമ്മളോട് രംഗം നുണ പറയുകയാണ്. അപ്പൊ എടുത്ത വഴിക്ക് നമ്മൾ പറഞ്ഞു, സ്വാമിജി വടക്കോർത്തിരുന്ന് ചോറുണ്ട് അകത്തേക്ക് പ്രവേശിക്കാതെ പാത്രം കമഴ്ത്തി വെക്കുന്ന ഒരു 10 വയസ്സുകാരന്റെ വേദന അറിയുമോ അങ്ങേക്ക്? നുണ പറയല്ലേ ബാബാജി പറഞ്ഞു. എങ്കിൽ വരൂ, നമ്മുടെ കൂടെ വരൂ, ഈ ചെയ്ത ആളുകളെ കാണിച്ചു തരാം. എന്നാൽ അത് കുറ്റം പറയുകയല്ല, അവരെ ദോഷപ്പെടുത്തുകയല്ല, ആ കാലഘട്ടത്തിലായിരിക്കാം. എന്നാൽ അത് ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് പറയുന്നത് അങ്ങയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് അനുഭവിച്ച നമ്മൾ കാണിച്ചു തരാം. അപ്പൊ അദ്ദേഹം പറയാണ് ഈ ജാതി ഒന്നും പറഞ്ഞ് ഹിന്ദുവിനെ ഭിന്നിപ്പിക്കരുത്. അതായത് അദ്ദേഹത്തിന് ഇത് അറിയില്ല, അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സുഖിപ്പിക്കൽ ഹിന്ദുത്വം അനുഭവിക്കാത്തത് ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മറച്ചു കളഞ്ഞിട്ട് ഇത് മാത്രം, ഈ പഠിച്ചത് മാത്രം പറയുമ്പോൾ അദ്ദേഹം സ്വീകാര്യനാകുന്നത് അവിടെയാണ്. ഇവിടെ അലി അക്ബർ ജി ആണെങ്കിലും സ്വീകാര്യനാകുന്നത് എന്തുകൊണ്ടാ? അവരനുഭവിച്ചിട്ടില്ല. ഹിന്ദു മതത്തിൽ അനീതി അനുഭവിച്ചിട്ടില്ല, മുസ്ലിം മതത്തിൽ അനുഭവിച്ചു. അപ്പൊ മുസ്ലിം മതത്തിൽ അനീതി പറയുമ്പോ എന്തായി? അദ്ദേഹം ഹിന്ദുവിനെ പുകഴ്ത്തി, കാരണം അത് ഹിന്ദുവിൽ അനീതി അനുഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ക്രിസ്ത്യൻ മതത്തിൽ അനീതി നമുക്ക് അറിയില്ല, ഞാൻ അവിടെയല്ല ജനിച്ചത്, നമ്മൾ ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ടില്ല. എന്നാൽ ഹിന്ദു മതത്തിൽ അനീതി പറയുമ്പോൾ അത് പറയുന്ന നേരത്തെ എന്തായി? ഇയാള് പറയുന്നു, എന്നാൽ സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ പറയുന്നില്ല, രാമസിംഹൻജി പറയുന്നില്ല, മറ്റുള്ളവർ പറയുന്നില്ല, ഇവർ പറയുന്നു, അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്താം. പറയുന്നുണ്ട് അനുഭവിച്ചോണ്ട. ഇന്നും അനുഭവിക്കുമ്പോൾ ഇത് പരിഹരിക്കപ്പെടണം. ആ പരിഹരിക്കപ്പെടണം ഇന്ന് ഇപ്പോൾ ഈ നിമിഷം പറയാൻ കാരണം അങ്ങ് ആദ്യേ പറഞ്ഞു, അങ്ങ് വീട് പൊളിച്ച് അവിടെ നിന്നല്ല ഇവിടെയാണ്. അങ്ങ് പ്രഭാഷണത്തിന് ചില ആളുകൾ ഇപ്പൊ വിളിക്കാറില്ല, അതുപോലെ തന്നെ അങ്ങ് പൂണൂലിട്ടതിന് കാരണം പൂജ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് മാറ്റപ്പെടേണ്ടതാണ്, മാറുകയില്ല, മാറ്റപ്പെടേണ്ടതാണ്. മാറ്റപ്പെടുത്തണമെങ്കിൽ ഇത് ശബ്ദത്തിൽ കേരളത്തിൽ അലയ്ക്കണം. കേരളത്തിന്റെ പുറത്ത് എങ്ങനെയുണ്ട് നമുക്ക് തോന്നുന്നില്ല, കേരളത്തിൽ ഇത് അലയടിയായുമാണ്. എന്താണ്? ഹിന്ദു ധർമ്മത്തിൽ സന്യാസത്തിലും ആചാര്യ പാരമ്പര്യത്തിലും ഇന്നും ജ്ഞാനമുണ്ടെങ്കിലും മാർഗം കൂടിയനെയും അതുപോലെ തന്നെ സവർണ സന്യാസിമാർക്കും മാത്രം കിട്ടുന്ന ഒരു പരിഗണന ചണ്ടാളബാബയ്ക്ക് വേണ്ട. പക്ഷെ എന്റെ ജനതയ്ക്ക് വേണം. നമ്മുടെ ആവശ്യം അതാണ്. നമുക്ക് വേണ്ട, നമ്മളെ നിങ്ങൾ പരിഗണിക്കുകയേ വേണ്ട, പക്ഷെ നമ്മുടെ ജനതയ്ക്ക് വേണം. അതുകൊണ്ടാണ് അമ്മ പരിപാടി വെച്ച് SC/ST പരിപാടി വെച്ചത്. ആളുകൾ കൂടി ഞങ്ങൾ ചർച്ച ചെയ്തതും അത് തന്നെയാണ്. എന്താണ്? നമ്മുടെ സമൂഹം സംഘടിക്കണം, ആത്മീയമായി സംഘടിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ആചാര്യന്മാർക്ക് മുഖ്യധാരയിൽ വേണ്ട പരിഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ ആ പരിഗണന ഇങ്ങോട്ടില്ലെങ്കിൽ മറ്റൊരു പരിഗണന അങ്ങോട്ടും വേണ്ട. കാര്യത്തോടടുക്കുമ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞ ചേർത്ത് നിർത്തി കസേരയിട്ട് പുറകിലിരുത്തുക, എന്നിട്ട് മറ്റവൻ വരുമ്പോ മുന്നിലിരുത്തുക, എന്നിട്ട് അത് കഴിഞ്ഞാൽ തള്ളി മാറ്റുക. ഇങ്ങനെ ഒരു പ്രഹസനമാണ് ഹിന്ദുവിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ നമ്മളും ഹിന്ദുവാണ്, നമ്മളാണ് ആദ്യ ഹിന്ദുക്കൾ. അപ്പോൾ നമ്മളെ അംഗീകരിക്കാത്തവരോട്, നമ്മളെ ഈ കബളിപ്പിക്കുന്നവരോട് സന്ധിയില്ല. ഇനി ആ കബളിപ്പിക്കല്ല, വെറുതെ തോന്നുന്നതാണെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. കേരളത്തിലെ ആചാര്യ സഭകളിലും സന്യാസി സമൂഹത്തിലും അവരുടെ കൂട്ടായ്മകളിലും ഹിന്ദു സംഘടനകളിലും ഈ വിഷയം ചർച്ച ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയും. പരിഗണിക്കണമെങ്കിൽ നമുക്ക് സ്വന്തം പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. സ്വന്തമായി പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമേ. അല്ല, അതിനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള എല്ലാ വിധത്തിലുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ജാതി ഇല്ല എന്ന് പറയണ്ട. കാരണം ഈഴവർക്ക് സന്യാസിമാർക്ക് അവരുടെ ഒരു സംവിധാനം, നായന്മാര് സന്യാസിമാർക്ക് അവരുടെ സംവിധാനം, അതൊന്നും ഇല്ലാത്ത വിഷയം. ജാതിയുണ്ട്, രാഷ്ട്രീയമുണ്ട്, ജാതിയുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, എല്ലാ രീതിയിലും അവർ വളർന്നു കഴിഞ്ഞു. അവർക്ക് ഇനിയൊന്നും തിരിച്ചു പറയേണ്ട കാര്യമില്ല. ഒന്നും ഇല്ലാത്തവൻ ഇവിടെ മുറവിളി കൂട്ടുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവന് നിൽക്കാൻ പോലും ഇവിടെ ഇടവില്ല. സത്യത്തിൽ ഒരു നല്ല പ്രസ്ഥാനം പോലും ഇല്ല. അതുകൊണ്ട് എന്തെയും പന്തിരുകുലങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും. അപ്പൊ അത് എന്തായാലും സ്വാമിജി ഇപ്പൊ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹിന്ദുവിന്റെ
അഖണ്ഡതയും തന്നെയാണ്. അത് മേൽക്കൊയ്മയില്ലാത്തൊരു സംവിധാനം. അതിൽ ഈ സമൂഹത്തിന് സ്പെഷ്യലായിട്ട് തന്നെ ഒരു കൂട്ടിരിപ്പ് വേണം എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. കാരണം ആ രീതിയിൽ സംഘടിച്ചാലേ മറ്റവർ ഇവരെ അംഗീകരിക്കുള്ളൂ. കാരണം സംഘേശക്തി കലയുകയും സംഘടിച്ച സമൂഹത്തെ മാത്രമേ മറ്റവർ അംഗീകരിക്കുള്ളൂ, അപ്പൊ അല്ലെങ്കിൽ ആദരിക്കുള്ളൂ. ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ അടിത്തറയൊക്കെ പാകി കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാട്ടിന് അത്ര സംവിധാനം. അപ്പൊ അങ്ങേപ്പോലുള്ള സന്യാസിമാരും മറ്റുള്ളവരൊക്കെ ഇപ്പൊ നമുക്ക് ശേഷമാണെങ്കിലും വരുന്ന നമ്മുടെ ഇടയിൽ നിന്നുള്ള സന്യാസി വര്യന്മാർക്ക് അത് ഏതെങ്കിലും സമ്പ്രദായം, ഏത് സമ്പ്രദായവും ആകാം, അതിലുള്ള ആളുകൾക്ക് വേണ്ട പരിഗണന ലഭിച്ചുകൊണ്ട് തന്നെ അവർക്കും മുഖ്യധാരയിൽ ഒരു ഇത് കിട്ടണം. അവിടെ ഒരിക്കലും മതം മാറി വന്നവരെ തള്ളണമെന്നല്ല, അവർക്ക് കൊടുക്കുന്ന അതേ പരിഗണന നമ്മുടെ ആളുകൾക്കും ലഭിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും പറയുന്നു, പേരെടുത്ത് ഏതെങ്കിലും വ്യക്തിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ പറയുകയല്ല, പക്ഷെ മറിച്ച് അനുഭവമില്ലാതെ ഒരിക്കലും ഹിന്ദു ധർമ്മത്തിൽ അതില്ല, ഇതില്ല, മറ്റതില്ല എന്ന് വന്നുകൂടിയവന്മാര് പറയുന്നത്. വരുത്തന്മാര് പറയരുത്, വരുത്തന്മാര് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിടത്തോളം ഒരു കേമന്മാരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുക തന്നെ ചെയ്യും. ആ പറയുന്നത് അനുഭവിച്ചത് കൊണ്ടാണ്. അനുഭവിച്ചവർ സംസാരിക്കണം, ഈ സമൂഹത്തിലുള്ള ആളുകൾ സംസാരിക്കട്ടെ. അപ്പോ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി സ്വാമിജിക്ക് ഞാൻ തുറന്നു ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ എന്താ ഇവിടെ ആളുകൾ മാന്യന്മാരും അറിവുള്ളവരും ഇല്ലാത്തതുകൊണ്ടാണോ സത്സ്വരൂപാനന്ദയെ പോലെയുള്ള മതം മാറി വന്നവരെ ഇതിന് തലപ്പൊക്കത്ത് എത്തിയേക്കുന്നതിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടായ കൊണ്ടാണ് എന്നെ പ്രോഗ്രാം വിളിക്കാത്തത്. ഞാൻ തുറന്നു പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഹിന്ദുക്കളായിട്ട് അനാദിയായിട്ട് ഇത് തന്നെ എങ്ങും വിട്ടുപോകാതെ ഈ പരമ്പരയിൽ ജനിച്ച എത്രയോ പേരുണ്ട്. അവരെ എന്തുകൊണ്ട് വെക്കുന്നില്ല? സത്സ്വരൂപാനന്ദ സ്വാമിയെ വ്യക്തിപരമായിട്ട് പറയല്ല, അങ്ങനെ ഒരാൾ വന്നപ്പോൾ അയാളെ പെട്ടെന്ന് നമ്മുടെ തലപ്പൊക്കത്തിലേക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആളില്ലാഞ്ഞിട്ടാണോ നമ്മുടെ ചോദ്യത്തിൽ? ഇവിടെ ആളില്ലാഞ്ഞിട്ടാണോ? അത്രയും അതിനകത്ത് കുറെ കൊഞ്ഞാണ്ടന്മാർ ഇരിപ്പുണ്ട്. ഏതാ ഞാൻ സത്യത്തിൽ ഒരു സന്യാസി ഇങ്ങനെ പറയരുത് എങ്കിൽ തന്നെ പറയുകയാണ്. ഏതാ വിശ്വഹിന്ദു പരിഷത്തിനകത്തും RSSനകത്തും ശരിക്കും നട്ടലുള്ളവർ ഇന്ന് ഇല്ല. സത്യത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവർ, നട്ടലുള്ളവരും തീരുമാനം എടുക്കാൻ കഴിവുള്ളവരും ഇല്ല. അവിടെ ഇപ്പോ ഉള്ള എന്താ പറയാ, നേരത്തെ ശശിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു സന്യാസഭ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. നമുക്കൊന്നും ആരുടെയും പ്രവർത്തനങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവരോട് ബാർഗിൻ ചെയ്യാനേ താല്പര്യമില്ല. കാരണം നമ്മുടെ ഉള്ള സമയം വെറുതെ കളയേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അവരോട് പറയാതിരിക്കുന്നത്. പോയില്ല പണി നോക്കടാന്ന് പറയുന്നത്. ആ ഒരു സ്വഭാവം എനിക്ക് മടുത്തിട്ടാണ് ഒന്നിനും പോകാത്തത്. തീർച്ചയായും പുതിയ ആശയങ്ങളുള്ള പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പൊളിച്ചെഴുത്തിൽ വേണം സ്വാമിജി. അപ്പോ നമ്മളെ ഈ ഒരു ചർച്ച, ഈ ഒരു അഭിമുഖം അങ്ങോട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തീരുമ്പോൾ അങ്ങേക്ക് അവസാനമായിട്ട് എന്ത് സന്ദേശമാണ്, അല്ലെങ്കിൽ എന്താണ് സമൂഹത്തോട് ശ്രീനാരായണീയനായിക്കൊണ്ട് തന്നെ അങ്ങേക്ക്, അല്ലെങ്കിൽ ശ്രീനാരായണീയനോടൊപ്പം അങ്ങ് ഇന്നലകളിൽ എവിടെയൊക്കെയോ ഒരു എന്താ പറയാ പാർശ്വവൽക്കരണം അനുഭവിച്ച ഒരു സമൂഹത്തിൽ നിന്നുള്ള ഒരു സന്യാസിവര്യൻ കൂടിയാവുന്നത് കൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് എന്താണ് അങ്ങേക്ക് ഹൈന്ദവ സമൂഹത്തിനോട് നാരായണ ഗുരുദേവൻ ഹൈന്ദവ എന്ന് പോലും അല്ല പറഞ്ഞത്, മനുഷ്യനോടാണ് സംസാരിച്ച ഗുരുദേവന്റെ മതം മാനവ മതമാണ്. അതുകൊണ്ട് എന്താണ് അങ്ങേക്ക്, ഇനി ഹിന്ദുക്കളോടായാലും കുഴപ്പമില്ല, ടോട്ടൽ ആളുകളോടായും ശരി, എന്താണ് അങ്ങേക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളത്? കുറച്ചു നേരത്തേക്ക് ശ്രീനാരായണ മാറ്റി വെക്കാം. ശ്രീനാരായണ ഗുരുവിനെ ഒന്നൊന്ന് മാറ്റി വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ കൊണ്ട് കായം കലക്കിയിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ശ്രീനാരായണ ഗുരു ഒക്കെ പറയുന്ന ആശയങ്ങൾ കടലിൽ കൊണ്ട് കായം കലക്കുന്ന ആശയമാണ്. ഇവിടെ അതായത് ആലുവ അദ്വൈതാശ്രമത്തിൽ സർവ്വ സമ്മേളനം നടക്കാറുണ്ട് എല്ലാ വർഷവും. അവിടെ ഹിന്ദുക്കളെ കുറിച്ചുള്ള പഠനം വളരെ തുലവുമായിട്ടുള്ള പ്രഭാഷണങ്ങളായിരിക്കും. ഈ ലോകത്തിലുള്ള മറ്റ് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും പാഴ്സിയുടെയും ജൈനന്റെയും എന്ന് വേണ്ട പലരുടെയും മതഗ്രന്ഥങ്ങളെ കുറിച്ച് അവിടെ പഠിപ്പിക്കും. കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. എന്റെ സ്വാമി, ഞങ്ങളൊക്കെ ഹിന്ദുക്കളായിട്ടാണ് അത് നിലനിൽക്കുന്നതും ശ്രീനാരായണീയരായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ ഹിന്ദുമതം എന്താണെന്ന് ഇന്നേ വരെ ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ ക്ലാസ് എടുക്കുന്നില്ല. ഹിന്ദുമതത്തെ കുറിച്ച് പഠിപ്പിക്കാനില്ല. ഞങ്ങളെ പോലുള്ള ഒരു ബലിയിടാൻ വരുമ്പോൾ കാശ് വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഹിന്ദുമതം എന്താണെന്ന് പറയാൻ ഇന്നും മടിയാണ്. അപ്പൊ ഈ സർവ്വ സമ്മേളനത്തിൽ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശിവഗിരി മഠത്തിൽ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല. കാരണം അവിടെയുള്ള അവസരവാദങ്ങൾക്ക് വേണ്ടി മാത്രം കുറെ ആളുകൾ, കുറെ തലപ്പാവ് വെച്ചവരെയും കുരിശു ധരിച്ചവരെയൊക്കെ അകത്ത് കയറ്റി നിർത്തുന്നല്ലാതെ അതിനപ്പുറത്ത് ശ്രീനാരായണ ദർശനം ആന്തരികമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സന്യാസിമാർ അവിടെ കുറവാന്ന് ഞാൻ 100% പറയാം. നമുക്ക് ആവശ്യം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം എല്ലാ ഗുരുക്കന്മാരുടെയും ആശയങ്ങളെ സമന്വയിപ്പിക്കാം. പക്ഷേ
സനാതന ധർമ്മത്തെ നിലനിർത്തണം. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകാത്ത രീതിയിലുള്ള ആശയങ്ങളെയാണ് നമ്മൾ ഇനി പ്രചരിപ്പിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വിശ്വൈകമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ശ്രീനാരായണ ഗുരു പറഞ്ഞാലും ആര് പറഞ്ഞാലും കളയണം എന്നല്ല പറഞ്ഞു. അതൊക്കെ പറയേണ്ട തലത്തിൽ പറഞ്ഞാൽ മതി. നമ്മുടെ ജനതയെ ഉദ്ധരിക്കേണ്ട രീതിയിൽ സനാതന ധർമ്മത്തെ പഠിപ്പിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ശ്രീനാരായണ ധർമ്മത്തെ അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ഇതൊക്കെ പറയുന്നവർക്കാണ് നമ്മളെ പോലുള്ള ആളുകളെ പിന്നീട് ഒന്നുമല്ലാതായി തീരുന്നതിന്റെ കാരണം. ഏതാ? ജാതിയില്ല, മതമില്ല, കുലമില്ലെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വേറെ കുറെ ആളുകൾ കയറി തിരികെ വരും. അത് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ സാധനം നമുക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു ആവശ്യമില്ല. ഇപ്പൊ ഈ സനാതന ധർമ്മത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. അതിനുള്ള മനസ്സുള്ളവരുമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും. അപ്പൊ സ്വാമിജി എന്തായാലും കുറെ നേരം സ്വാമിജി നമ്മളിപ്പോ ഏകദേശം 1.5 മണിക്കൂർ, നമ്മൾ 1 മണിക്കൂർ പരിപാടി 1.5 മണിക്കൂറോളം നമ്മൾ ഈ വിഷയങ്ങൾ ഇതും പറഞ്ഞാലും നമ്മൾ തീരില്ല. കാരണം അടി കൊണ്ടവനും വേദന അനുഭവിച്ച് മാറ്റി നിർത്തപ്പെട്ടവനും ഒക്കെ എത്ര സംസാരിച്ചാലും സമയം അധികമാവില്ല. കാരണം അത്രയ്ക്ക് അനുഭവങ്ങളുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമൂഹത്തിൽ ഇപ്പോഴും. ഈ പുണ്യ സ്വാതന്ത്ര്യ ദിനം അനുഭവിക്കുന്ന ഈ ദിവസത്തിൽ, സുദിനത്തിൽ പറയട്ടെ, സ്വാതന്ത്ര്യം ദിനം നമ്മൾ ആഘോഷിക്കുമ്പോഴും ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ആകട്ടെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത എല്ലാ അർത്ഥത്തിലും അനുഭവിക്കാത്ത ഒരു ജനതയുണ്ടെങ്കിൽ അന്നും ഇന്നും എന്നും അങ്ങനെ ആകരുത്. പക്ഷെ അന്നും ഇന്നും ഒരു ജനതയുണ്ട് ഇന്ത്യയിലെങ്കിൽ അത് മഹാനായ അംബേദ്കർ പറഞ്ഞ എന്റെ ജനത എന്ന് പറഞ്ഞ, അയ്യങ്കാളി യജമാനൻ എന്റെ ജനത എന്ന് പറഞ്ഞ, കണ്ടൻകോരൻ എന്റെ ജനത എന്ന് പറഞ്ഞ, ഇപ്പോൾ ഇതായി സ്വാമിജി പറയുന്ന ആ ജനത, നാം പറയുന്ന നമ്മുടെ ജനതയാണ്. ആ ജനതയിൽ മാറ്റം ഉണ്ടാകണം. അറിവില്ലാത്തവരല്ല, അറിവുള്ളവർ തന്നെയായിരുന്നു ഞങ്ങളുടെ പൂർവികർ. പണ്ട് ശങ്കരൻ ഉപദേശം കൂടി, ശങ്കരാചാര്യർക്ക് ഉപദേശം കൊടുത്ത ചണ്ടാളനായാലും ശരി, ഇന്നിങ്ങ് തമിഴ്നാട്ടിലാകുന്ന നന്ദനാരായാലും ശരി, നന്ദനാർ എന്ന് പറയുന്ന പാണനോ പറയനോ പുരനോ ആരുമാകട്ടെ, ആ ഗുരുവായാലും ശരി, അങ്ങനെ എണ്ണിയ ഗുരു ഓമലാകട്ടെ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുരുക്കന്മാരുള്ള ഈ പരമ്പരയിൽ ഒത്തിരി ഗുരുക്കന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടാകും. പക്ഷേ മറ്റുള്ള മാർക്കിടേണ്ട ആളുകൾ മാർക്കിടാതെ മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെയാണ് മുഖ്യധാരയിൽ ശോഭിക്കാതെ പോകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിന്ദുവിന്റെ രഥം തളിക്കാൻ ഒരു ചെമ്മട്ടി ഏന്തിയ ഒരു ഇടയനൊരു എന്താ പറയാ, ഒരു കൂലിപ്പണിക്കാരനെ നിർത്തിയ ഈ ധർമ്മത്തിൽ, ഒരു കന്നാലിയെ നോക്കിയ ഒരു ചെറുമനെ, അല്ലെങ്കിൽ ഒരു പുലയനെ, ഒരു പറയനെ നിർത്തിയ ഈ ധർമ്മത്തിന്റെ ആ ഒരു ചെമ്മട്ടി ഏന്തേണ്ടത് ഏത് കാലഘട്ടത്തിലും ഈ ജനതയിൽ ഒരാളാകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഗോവർദ്ധനത്തിനെ പൊക്കി പ്രകൃതിയെ ആരാധിക്കാൻ പറഞ്ഞ ആ പുണ്യാത്മാക്കളെ പോലുള്ള, മഹാത്മാക്കളെ പോലുള്ള, മഹാവതാരങ്ങളെ പോലുള്ള അവതാരങ്ങൾ ഇന്ന് സനാതനധർമ്മത്തിന് കിട്ടേണ്ടത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ നന്ദനാരെ പോലെ, ഗുരു ഓമലിനെ പോലെ, മഹാചണ്ടാളനെ പോലെ ഒരു മഹാത്മാവായ ഈ ഒരു മഹാത്മാവിനോടൊപ്പം കുറച്ചു നേരം സമയം വിനിയോഗിക്കാൻ പറ്റിയത് കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വേദനകളില്ലാത്ത, അവരുടെ ആ പൂർണ്ണമായ ആത്മീയത അനുഭവിക്കുന്ന രീതിയിലേക്ക് അവരെ പരിരക്ഷിക്കാനും പരിചരിക്കാനും അവർക്കൊപ്പം നിൽക്കാനും ഓരോ ഹൈന്ദവനും ആകട്ടെ. അതാണ് സനാതന ധർമ്മം, അതാകണം സനാതന ധർമ്മം. അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് പല വിഷയങ്ങളും പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ സംസാരിച്ചതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് പറഞ്ഞു എന്ന് തോന്നുന്നെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. അത് കൃത്യമായി ചില വിഷയങ്ങൾ പറയുമ്പോൾ ഉദാഹരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും ശരി, വ്യക്തിപരമായി ഇവരോടൊന്നും തന്നെ ഒരു മുഷിച്ചിലുമില്ല. പക്ഷെ ഈ ഒരു വേർതിരിവിൽ ഞങ്ങൾ കണ്ട ചില മുഖങ്ങളെ പറഞ്ഞു, ചില ആശയങ്ങളെ പറഞ്ഞു എന്ന് മാത്രമാണ്. ആ വിധത്തിൽ തന്നെ കാണുക. അവരും നമ്മൾക്കൊപ്പം തന്നെ ഉണ്ടാകണം. അവർ കൂടി ചേർന്നുകൊണ്ട് ഹിന്ദു ധർമ്മത്തിലേക്ക് ചേർന്ന് വരുന്ന ഓരോരുത്തരും ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്നലകളിൽ പീഡനം അനുഭവിച്ചവനെ ഇനിയും മാറ്റി നിർത്തരുതേ എന്നാണ് പറഞ്ഞത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു അഭിമുഖം ഉപസംഹരിക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം നമ്മുടെ ഒപ്പം വിനിയോഗിച്ച സ്വാമിജിക്ക് പ്രത്യേകം ഒരു നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഇനിയും തുടർന്നും നമ്മുടെ ധർമ്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വാമിയുടെ സഹകരണങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ലൈവ് ഇവിടെ അവസാനിച്ചതായിട്ട് പറയുന്നത്. എന്തായാലും നമസ്തേ സ്വാമിജി, നമസ്തേ. അപ്പൊ ഇവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുതിയില്ലമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം. വന്ദേ മാതരം.